ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് സല്ലാപത്തിലേക്ക് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സല്ലാപത്തിൽ ഇന്ന് എന്നോടൊപ്പം രണ്ട് മലയാള സിനിമകൾ ചെയ്തു. ആ രണ്ട് മലയാള സിനിമയും കമേഴ്ഷ്യൽ ഹിറ്റ് തന്നെയായിരുന്നു. നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കിയ അതിലെ നായികനെ പിന്നീട് നമ്മൾ മലയാള സിനിമകളിൽ ഒന്നും കണ്ടിട്ടില്ല. ആ അന്വേഷണത്തിന്റെ അവസാന ഭാഗത്തിലാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ആ നായികനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അസുന്ദരിനെ ഞങ്ങൾ കൈയോടെ ഇവിടെ പിടിച്ചുകൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. അഖില ശശിധരൻ. അഖില, നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നല്ലോ? സുഖമായിട്ടിരിക്കുന്നു. അഖിലയുടെ അടുത്ത് കണ്ടാലും ഒക്കെ എല്ലാവരെയും ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാവരുടെയും മനസ്സൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടുത്തി എല്ലാവരുടെയും മുമ്പിൽ കൂടി ഇങ്ങനെ ചിരിച്ച് എല്ലാവരുടെയും ഇഷ്ടമൊക്കെ വാങ്ങിയിട്ട് ഇത് എവിടെ പോയി എല്ലാരും കണ്ടാ ചോദിക്കും, മോളെ എവിടെയാണ് ഇത്ര നാളും, എന്തുകൊണ്ട് കണ്ടില്ല എന്നൊക്കെ എല്ലാവരും കേട്ടാ ഞെട്ടും എന്നുള്ളത്. അങ്ങനെയൊക്കെ കണ്ടിട്ട് ഞാനും കുറെ ഞെട്ടിയിട്ടുണ്ട്. ആണോ? എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെയായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെ കലാപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടായത്. എനിക്ക് തോന്നുന്നു ഇപ്പം പലർക്കും അറിയാതെ തോന്നുന്നു എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള. കാരണം സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി അങ്ങനെ ഒരു അപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ പറയല്ലോ യു എക്സിസ്റ്റ് ഓൺലി ഇഫ് യു ആർ ദെയർ ഓൺ സോഷ്യൽ മീഡിയ എന്നുള്ള. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് കാരണമായിരിക്കാം സോഷ്യൽ മീഡിയ പ്രസൻസ് ഇല്ലെങ്കിൽ ഒരു പക്ഷെ എല്ലാവരും എവിടെ പോയി എന്നുള്ളത് അന്വേഷിക്കുന്നത്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ യു ഡോണ്ട് എക്സിസ്റ്റ് അല്ലേ? അതെ, പക്ഷേ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവ് ആണ് ഇപ്പോ. വളരെയധികം ആക്റ്റീവ് അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത്ര ആക്റ്റീവ് ആണെന്നല്ല, പക്ഷെ ഉണ്ട്. കുറച്ചു കാലം മുൻപ് വരെ ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒന്നും ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അതുണ്ട്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. എനിക്ക് എൻ്റെ ഒരു ഇഷ്ടം അനുസരിച്ച്, എൻ്റെ ഒരു എന്താ പറയാ, നമ്മളുടെ ഒരു വാസനയൊക്കെ അനുസരിച്ചിട്ടുള്ള പോസ്റ്റുകൾ ഇടയ്ക്കൊക്കെ ഇടാറുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ കണ്ടു ഇതിനകത്ത് കുറെ ഡാൻസ് ചെയ്തതും എല്ലാം ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം, പാഷനേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോ സോഷ്യൽ മീഡിയ ഒട്ടും തന്നെ യൂസ് ചെയ്തിരുന്ന ഒരാളല്ല അഖില. ബട്ട് സ്റ്റിൽ എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് അങ്ങനത്തെ ഒരു ചേഞ്ച് തോന്നി? ഓക്കെ, ഇനി ഞാൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ, സോ ലെറ്റ് മീ ഓൾസോ സ്റ്റാർട്ട്, എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അങ്ങനെ തോന്നിയത് അപ്പൊ എന്തുകൊണ്ടാ? എനിക്ക് എക്സാക്ട് മൂമെന്റ് ഒന്നും അങ്ങനെ ഒരു ഓർഗാനിക് ആയിട്ട് സംഭവിച്ചതാണ് അത്. ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആദ്യം പ്രൈവറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പറയേണ്ട ഇൻസ്റ്റഗ്രാമിലാണ് ഇപ്പൊ കൂടുതൽ എനിക്ക് തോന്നുന്നു ഫോളോവേഴ്സും ഒക്കെ ഉള്ളത്. അതിലാണ് മെയിൻ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതും അതിലാണ്. ഫേസ്ബുക്ക് അങ്ങനെ അത്ര യൂസ് ചെയ്യാറില്ല. ഒരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്, അതിൽ കുറച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് മെയിൻ ആയിട്ട് കൂടുതലും ഈ ഇൻസ്റ്റഗ്രാമിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. അത് വളരെ ഓർഗാനിക് ആയിട്ട് ആദ്യം ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു. പിന്നെ ഞാൻ അത് മെല്ലെ, എനിക്ക് തോന്നുന്നു എൻ്റെ ബ്രദറും ഒരു പക്ഷേ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. യു ജസ്റ്റ് മേക്ക് ഇറ്റ് പബ്ലിക് എന്നുള്ള, യു സ്റ്റാർട്ട് അപ്ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടാവണം തോന്നുന്നു. ഇപ്പൊ ഇങ്ങനെ ആലോചിക്കും, ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ ഓർമ്മയില്ല ഞാൻ എപ്പോഴാണ് അത് ഡിസൈഡ് ചെയ്തത് എന്നുള്ളത്. അതൊരു ഓർഗാനിക് ഫീലിംഗ് ആയിരുന്നു തോന്നുന്നു. പിന്നെ അത് അപ്പോഴും അത് തുടങ്ങിയ കാലത്ത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങനെ യു കീപ് സം ഡു സം PR ആരെങ്കിലും ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ബൂസ്റ്റ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് ചെയ്തിരുന്നില്ല. അപ്പം ബിലോ 1000 ഫോളോവേഴ്സിൽ തുടങ്ങി. അപ്പം ആദ്യ കാലം തൊട്ടിട്ട് തന്നെ അതിൽ വന്ന് കമന്റ് ചെയ്യാറും അല്ലെങ്കിൽ അഭിപ്രായം പറയാറുള്ള ആളുകളെ ഇപ്പോഴും എനിക്ക് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതും ഓർഗാനിക്, വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളർച്ചയായിരുന്നു. എനിക്ക് അതിനോട് തന്നെയായിരുന്നു എനിക്ക് താല്പര്യം. അത് എങ്ങനെയാണോ സ്വാഭാവികമായിട്ട് അതെങ്ങനെയാണോ സംഭവിക്കുന്നത് അതങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളത് വിചാരിച്ച് അതൊരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു. അതായത് വേണ്ടാത്ത ഒരു രീതിയിലുള്ള ഒരു PRO ബൂസ്റ്റോ അങ്ങനെയൊന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം എനിക്ക് എന്ത് തോന്നുന്നു, ഇറ്റ് ഷുഡ് റിഫ്ലക്ട് മീ എന്നുള്ള ഒരു കോൺഷ്യസ് ഡിസിഷൻ അതിലുണ്ടായിരുന്നു. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ചെറുതായിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങുന്നത്. അപ്പൊ അന്ന് ആ തുടങ്ങിയ കാലത്ത് പലരും എനിക്ക് DM ഒക്കെ ആക്കി, ഇത് ശരിക്കുള്ള അക്കൗണ്ട് തന്നെയാണോ? ഇറ്റ് സീംസ് ദ ഫോളോവേഴ്സ് ആർ വെരി ലെസ് ആൻഡ് ഇറ്റ് സീംസ് ഫേക്ക്. ഇത് ശരിക്കുള്ള റിയൽ അക്കൗണ്ട് തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. എല്ലാവർക്കും ചോദിക്കാനും എന്താ പറയുക, അറിയാനും ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം തന്നെ, അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ പറയൂ. കാരണം രണ്ട് സിനിമയും, കാര്യസ്ഥനായിക്കോട്ടെ തേജാഭായി ആയിക്കോട്ടെ, രണ്ടും കമേഴ്ഷ്യലി ഹിറ്റ് ആയിട്ടുള്ള മൂവി. ദിലീപ് ഏട്ടൻ്റെ കൂടെയും പൃഥ്വിരാജിൻ്റെ കൂടെയും നായികയായിട്ട് ചെയ്തു. അഖില വന്ന് സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബും ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റിയും എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തി കളഞ്ഞു എല്ലാവരെയും. പക്ഷെ പിന്നീട് പെട്ടെന്ന് അങ്ങ് ബിസ് എന്ന് പറഞ്ഞ പോലെ, കാരണം രണ്ട് സിനിമയും ഹിറ്റായിട്ടും പിന്നെ എന്തുകൊണ്ട് ഈ നായിക എവിടെ? ഇതാണ് എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. എന്താണ്, എന്ത് പറ്റി? പിന്നീട് എന്തുകൊണ്ട് സിനിമകൾ ചെയ്തില്ല?
സിനിമകൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതിന് പല കാരണങ്ങളും അങ്ങനെ ഉണ്ട്. ഓഫ് കോഴ്സ് യു ഹാവ് മൾട്ടിപ്പിൾ റീസൺസ് അല്ലേ. ഒന്ന് നമ്മൾക്കുള്ള താല്പര്യങ്ങള്, നമ്മളുടെ കംഫർട്ട്, അങ്ങനെ പല കാരണങ്ങളും ഉണ്ട്. സിനിമ എന്ന് പറയുന്ന എല്ലാം ഒരുപാട് ഫാക്ടേഴ്സ് ഒത്തു വന്നിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഒരു ആളുടെ ജീവിതത്തിൽ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. എസ്പെഷ്യലി നമ്മൾ അത് അഭിനയത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അല്ലേ, അത് സൃഷ്ടിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു പക്ഷേ എഴുത്തോ അല്ലെങ്കിൽ സംവിധാനമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇതിൽ തോന്നിയിട്ട് അവിടെയും അതെ ഒരുപാട് കാര്യങ്ങൾ ഒത്തു വന്നിട്ടാണ് ഒരു സിനിമ സംഭവിക്കുന്നത്. ഒരുപാട് ആളുകൾ വന്നു ചേരുമ്പോൾ, ഒരുപാട് സർക്കംസ്റ്റാൻസസ് വന്നു ചേരുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു സിനിമ സംഭവിക്കുന്നത്. അപ്പം അതല്ലാതെ സിനിമ കഴിഞ്ഞിട്ടും ഞാൻ ആക്റ്റീവ് ആയിരുന്നു, ഒരുപാട് ഷോസും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നീട് ഒരു കാലത്ത് വന്നിട്ടുള്ള കുറെ വാർത്തകൾ കാരണം അങ്ങനെ ആളുകളുടെ മനസ്സിലൊരു അങ്ങനെ ഒരു പിക്ചർ വന്നു തോന്നുന്നു. ഈ ഒരു സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യസ്ഥൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ തേജബായൻ ഫാമിലി കഴിഞ്ഞിട്ട് പിന്നെ ഈ കുട്ടിയെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളൊരു എവിടെയോ ഒരു ചിത്രം വന്നു തോന്നുന്നു. അതാണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം. പക്ഷെ അത് കഴിഞ്ഞിട്ടും കുറെ ചെയ്തിട്ടൊക്കെ ഉണ്ട്, ഒരുപാട് ഇന്റർവ്യൂസ് വന്നിട്ടുണ്ട്, ഷോസ് വന്നിട്ടുണ്ട്, വിച്ച് വർ നോട്ടഡ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബോംബെയിലായിരുന്നു കുറച്ചു കാലം, മുംബൈയിലായിരുന്നു ഒരു 5-5.5 വർഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പം കലാപരമായിട്ടുള്ള എൻ്റെ ജീവിതം അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നിട്ടുണ്ട്. ഞാൻ ബേസിക്കലി ഒരു ഭരതനാട്യം ഡാൻസർ ആണെങ്കിൽ കൂടി അവിടുന്ന് ഞാൻ കഥക്ക് അഭ്യസിച്ചു. കഥക് എന്ന് പറയുന്നത് ചെറുപ്പം തൊട്ടേ ഒരു കൗതുകമായിരുന്നു, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു. അതെ, കേരളക്കാർക്ക് പിന്നെ പൊതുവെ നമ്മൾക്ക് അത്ര അങ്ങോട്ട് പരിചയമില്ലാത്ത ഒരു ആർട്ട് ഫോമുമാണ്, എന്നാൽ കാണുമ്പോൾ ഭയങ്കര കൗതുകം തോന്നുന്ന ഒരു ആർട്ട് ഫോമാണ്. അപ്പം അത് പഠിക്കാനുള്ള ഒരു അവസരം അങ്ങനെ ചെറുപ്പത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ബോംബെന്ന് അത് പഠിച്ചു. അപ്പം പഠിച്ചിങ്ങനെ തുടർന്നതായപ്പോൾ അത് ഭയങ്കര ഒരു ഇതായി, അതൊരു നമ്മളുടെ അംഗത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറി. ഗുരു പറഞ്ഞു എന്തായാലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്റ്റേജ് കയറണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പെർഫോം ചെയ്തു. അത് പെർഫോം ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അതിന്റെയും പെർഫോമൻസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അഖിലയുടെ പാഷനേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഡാൻസും ആർട്സിന്റെ കാര്യത്തിലെല്ലാം ജേർണി വളരെ സ്മൂത്ത് ആയിട്ടും വളരെ നല്ല രീതിയിൽ അത് ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. നമ്മൾ മലയാളി പ്രേക്ഷകർക്കാണ്, സിനിമ ലവേഴ്സിനാണ് അങ്ങനെയുള്ള ഒരു നായികനെ അവിടെ മിസ് ചെയ്തത്. അപ്പോൾ ഇനി ഈ സിനിമ ഇത്രയും ഈ ഇയേഴ്സിനുള്ളിൽ സിനിമയുടെ പല ഇതിനും വേണ്ടാന്ന് തന്നെ വെച്ച് അഖില വേണ്ട അങ്ങനെ ഒരു ഡിസിഷനിലാണോ ഇപ്പോഴും? ഒരിക്കലും അല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും വേണ്ടാന്ന് വെച്ചിട്ടുമില്ല. ആണോ? വേണ്ടാന്ന് വെച്ചിട്ടില്ല ഇൻ ദ സെൻസ് കോൺഷ്യസ്ലി ദാറ്റ് ഐ വിൽ നോട്ട് ഡു എന്നുള്ളൊരു കാര്യം ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടുമില്ല. ഞാൻ സിനിമ ചെയ്ത കാലത്തും എനിക്ക് ഈ മീഡിയത്തോട് ഇഷ്ടമായിട്ട് തന്നെയാണ്. അതല്ലാതെ നമ്മൾക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ലാത്തതല്ലേ. അതും അങ്ങനെ സ്വാഭാവികമായിട്ട് ആ കാലത്ത് ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ വന്ന് അപ്പോൾ പ്രേക്ഷകരെല്ലാരും ഒരു നർത്തകിയാണ് എന്നുള്ള രീതിയിലാണ് ആദ്യം അറിയുന്നത്. അതെ അതെ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രേക്ഷകരെല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു ഷോ ഉണ്ട്. അതെ, ആങ്കറിങ് ഉണ്ടായിരുന്നു. അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷോ ആയിരുന്നു മലയാളികൾക്ക്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സിനിമക്ക്, അതും ഈ ഒരു ഓർഗാനിക് ഫ്ലോ ആയിരുന്നു അതും. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിനോടും ജീവിതത്തിൽ നോ എന്ന് പറഞ്ഞിട്ടില്ല. അത് സിനിമ മാത്രമല്ല, ഏത് കാര്യമാണെങ്കിലും. പക്ഷെ പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു ചോയ്സ് ആണ് അല്ലേ, അത് നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ നമ്മൾ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന കാര്യമാണ്. അതല്ലാതെ ഒരു ബ്ലാങ്കറ്റ് നോ ഒന്നും ഒരിക്കലും ജീവിതത്തിൽ ഒന്നിനോട് നമ്മൾക്ക് പറയാൻ സാധിക്കാത്ത കാര്യമാണ് അല്ലേ. നെവർ സേ നെവർ. അപ്പം അങ്ങനെ ഒരിക്കലും ഒരു ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ഞാൻ ഏത് കാര്യമാണെങ്കിലും, സിനിമ മാത്രമല്ല ഏത് കാര്യമാണെങ്കിലും. ഓക്കെ, ഈ കാര്യസ്ഥൻ എന്ന് പറഞ്ഞ മൂവിക്ക് മുന്നേയും ഞാൻ കേട്ടതാണ്, എനിക്കറിയില്ല എത്രത്തോളം സത്യം ഉണ്ടെന്ന്. ഞാൻ കേട്ടിരുന്നു ആ സമയത്ത് ഇതിനെക്കാട്ടിലും വേറെയും കുറേ സിനിമകൾ ആക്ച്വലി വിളിച്ചിട്ടുണ്ടായിരുന്നു അഖിലേനെ. അത് സത്യമാണോ? അതിന് മുന്നേ പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ കാര്യസ്ഥന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിനിമ, എന്നാൽ ഈ സിനിമ ഞാൻ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ അപ്പൊ അഖില എടുത്തത്? കാര്യസ്ഥൻ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല മൂവീസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പഠിത്തവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ കാരണമാണ് ചെയ്യാൻ കഴിയാഞ്ഞത്. കാര്യസ്ഥൻ അതിനോട് യെസ് പറയാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് സ്പെഷ്യൽ മൂവി ആയിരുന്നു, ദിലീപേട്ടന്റെ 100ാമത്തെ ചിത്രമായിരുന്നു. അപ്പം ആദ്യമായിട്ട് തന്നെ എന്നെ അതിലേക്ക് വിളിക്കുമ്പോഴും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണ് ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത്. CBK തോമസ്, ഉദയകൃഷ്ണ, ആ ടീമിന്റെ സിനിമയാണ് കാര്യസ്ഥൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ നെറേറ്റ് ചെയ്ത സമയത്ത് അറിയാലോ, സിനിമ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഫാമിലി മൂവിയാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇത് എങ്ങനെയായിരിക്കും സ്ക്രീനിൽ വരിക എന്നുള്ളൊരു കാര്യവും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനോട് നോ പറയാനുള്ള ഒരു
ഒരു സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. ഉണ്ടായില്ല. അതെ, എനിക്ക് തോന്നിയത് ആ ഒരു സമയത്ത് എനിക്ക് ഒത്തുവന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരു സമയത്തും ഒരു സ്ക്രിപ്റ്റുമായിരുന്നു കാര്യസ്ഥൻ എന്ന് തോന്നുന്നു. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു നറേഷൻ കേട്ടപ്പോൾ, സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തോന്നിയോ ഇത് ഇത്രയും ഹിറ്റാവും ഈ ചിത്രം? കാരണം ഫാമിലി എല്ലാവരും ഇരികെ നീട്ടി സ്വീകരിച്ച അന്നത്തെ ആ ഒരു സമയത്ത് ഭയങ്കര ഒരു ഹിറ്റ് തന്നെയായിരുന്നു ആ മൂവി. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് തോന്നിയോ ഈ എൻ്റെ ഫസ്റ്റ് സിനിമ ഹിറ്റാവും? അങ്ങനെ ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ സിനിമയാണ്. പിന്നെന്താണ്, ആ ഒരു സിനിമയിലുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് സീനിയർ ആക്ടേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ആ സെറ്റ് തന്നെ ഇപ്പം സിനിമയിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഫുൾനെസ് ഉണ്ടല്ലോ. നമുക്ക് ആ ഒരു കുടുംബത്തിന്റെയും ഒരു കൂട്ടുകുടുംബത്തിന്റെയും ഒരു ഒരു വൈബ്രൻസ് അത് ആ സെറ്റിലും ഉണ്ടായിരുന്നു. കാരണം ഓരോ ദിവസവും ഷൂട്ടില് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഹ്യൂജ് സെറ്റ്. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ദിവസവും ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ അതിലെ യങ്ങസ്റ്റ് ആയിരുന്നു തോന്നുന്നു അന്ന് ആ കാലത്ത്. അപ്പൊ എവ്രി വൺ ടുക്ക് കെയർ ഓഫ് മീ റിയലി വെൽ, യു നോ, ലൈക്ക് ഐ വാസ് ദ യങ്ങസ്റ്റ് and I was very well taken care of on that set. Okay. അതിന്റെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിംഗ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിംഗ് ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു അന്നത്തെ ആ ഒരു ദിവസം. GK പിള്ള സാറിനോടൊപ്പം ഉള്ള ഒരു സീനായിരുന്നു. ഫസ്റ്റ് ഷൂട്ട് ചെയ്തത് ഫസ്റ്റ് സീൻ അതായിരുന്നു. ഫസ്റ്റ് ഷോട്ട് അതായിരുന്നു. ഏതായിരുന്നു ആ സീൻ? അമ്പലത്തിലേക്ക് പോകുന്ന ഒരു സീൻ, നമ്മള് രണ്ടുപേരും കൂടെ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു സീൻ ഉണ്ട്. അതാണ് ഞാൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത്. അതെ. എങ്ങനെയുണ്ടായിരുന്നു പൊതുവെ? ഭയങ്കര ടെൻഷനോ അല്ലെങ്കിൽ? ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ടെൻഷൻ ഉണ്ടായിരുന്നതേ ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും വളരെ നല്ല കംഫർട്ടബിൾ ആക്കി അല്ലെ. എല്ലാവരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ഒക്കെ ഒരു കംഫർട്ടബിൾ സെറ്റ് ആയിരുന്നു അത്. ദിലീപേട്ടന്റെ കൂടെയുള്ള ആ ഫസ്റ്റ് സീൻ ഓർമ്മയുണ്ട്? ദിലീപേട്ടൻ എല്ലാവരും പറഞ്ഞറിയുമ്പോൾ ഒന്നാമതേ ദിലീപേട്ടൻ ഭയങ്കര കൗണ്ടർ പറയും, ഭയങ്കര ഹ്യൂമൻ സെൻസ് അല്ലേ. അപ്പൊ ഇങ്ങനെ കൗണ്ടർ പറയും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് പറയുമ്പോൾ കൂടെ എന്തെങ്കിലുമൊക്കെ കളിയാക്കും. ദിലീപേട്ടന്റെ മാനറിസംസ് എല്ലാം അറിയാലോ. അപ്പോൾ ഫസ്റ്റ് ഒരു കുട്ടി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയായിരുന്നു ദിലീപേട്ടന്റെ കൂടെയുള്ള ഫസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ്? ദിലീപേട്ടൻ എന്നെ കാര്യസ്ഥന് മുൻപും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുൻപും ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് ദിലീപേട്ടനായിട്ട്. ഞാൻ ആദ്യം ദിലീപ് സാർന്ന് വിളിച്ച സമയത്ത് തന്നെ ദിലീപ് സാർന്നൊന്നും വിളിക്കേണ്ട, ദിലീപ് ഏട്ടാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുൻപ് വേറൊരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം അതിനു മുൻപ് സംസാരിച്ചിട്ടൊക്കെ ഉള്ള പരിചയം ഉണ്ട്. ഞാൻ പിന്നെ ഈ സ്ക്രിപ്റ്റ് കേൾക്കാൻ പോയ സമയത്തും കണ്ടിട്ടുണ്ട് ദിലീപേട്ടനെ. അപ്പം ഷൂട്ടൊക്കെ ആയപ്പോഴേക്ക് പിന്നെ ഒരു ഫസ്റ്റ് സീൻ എനിക്ക് തോന്നുന്നു ഈ ഒരു സീൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് തോന്നുന്നു. GK പിള്ള സാറിനോടൊപ്പം അമ്പലത്തിൽ പോകുമ്പോൾ ആ സീൻ തന്നെയാണ് ആദ്യമായിട്ട് ചെയ്തത്. ആ സമയത്ത് നല്ലൊരു അനുഭവമായിരുന്നു അത്. ഈ ചേട്ടൻ ചിലപ്പോൾ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിവ് ആൻഡ് ടേക്ക് പോലെ കൗണ്ടർ പറയും. ചിലപ്പോൾ സീൻ വളരെ സീരിയസ് ആയിട്ടുള്ളത്, അല്ലെ ചിലപ്പം ഹ്യൂമർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സീൻ എടുക്കുകയാണെങ്കിലും ഇവരൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് ഓരോന്നും ചെയ്യുകയും പറയുകയും, അത് ഇവര് പരിചയമുള്ള ആൾക്കാർ തമ്മിൽ അങ്ങനത്തെ ഒരു ബോണ്ടിങ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അവർ പല സീൻസിലും ചെയ്യുന്ന പോലെ കേട്ടിട്ടുണ്ട്. അഖിലയായിട്ടുള്ള സീൻസിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പോട്ടിലായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ്? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു പ്രോപ്പർ ഹ്യൂമർ ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു സീൻസ് നമ്മൾ തമ്മിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല തോന്നുന്നു. ലൈക്ക് ഇപ്പം ശരിക്കുള്ള ഒരു സ്ലാപ്സ്റ്റിക് ടൈപ്പോ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവര് ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറെ ഉണ്ടല്ലോ ആ സിനിമയില്. ഇപ്പം സുരാജേട്ടനായിട്ടുള്ള സീൻസ്, അതല്ലെങ്കിൽ യുനോ സലീമേട്ടനായിട്ടുള്ള സീൻസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉണ്ടായിട്ടുണ്ടല്ലോ. തുടങ്ങിയത് തകതിമയിലൂടെ തന്നെയാണ് വന്നത്. അന്ന് ഡാൻസ് നേരത്തെ ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്ന ഒരാളാണ്. ആ ഒരു ഇഷ്ടത്തോണ്ടുകൊണ്ടാണ് ഏഷ്യാനെറ്റിൽ അന്ന് അങ്ങനെ ഒരു ഡാൻസിന്റെ റിയാലിറ്റി ഷോ, വളരെ കുറച്ചാണ് ഡാൻസിന്റെ റിയാലിറ്റി ഷോസ് വന്നിട്ടുള്ള. പക്ഷേ അത് ഈ തകതിമി എന്ന് പറഞ്ഞ ഷോ ഭയങ്കര അധികം ശ്രദ്ധിക്കപ്പെട്ട ഹിറ്റ് ആയിട്ടുള്ളൊരു ഷോ തന്നെയായിരുന്നു. അതില് ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് വന്നിരുന്ന അഖില, അതിന് ഫൈനലിൽ വന്നു അല്ലെ, ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു അഖില അല്ലെ. ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ് അഖിലയിൽ എത്രത്തോളം മാറ്റിയിട്ടുണ്ടാവണം അന്നത്തെ ആ ഒരു റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ നിന്നും? അത് ഒരു ചെറുപ്പം തൊട്ട് പഠിക്കുന്ന ഒരു കാര്യം, അത് സ്വാഭാവികമായിട്ട് നമ്മളുടെ ഉള്ളില് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാര്യമാണ് നൃത്തം എന്ന് പറയുന്നത് അല്ലെ. അതല്ലാത്ത ഒന്ന് എങ്ങനെയാണ്, അതില്ലാതെ നമ്മൾ എന്താണ് ഒരു വ്യക്തി എന്ന നിലയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാരണം ഓർമ്മ പോലും ഇല്ലാത്ത കാലം തൊട്ട് അഭ്യസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് നമ്മളുടെ ഒരു ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മളുടെ ഒരു ഇന്റഗ്രൽ ഭാഗമായി മാറിക്കഴിഞ്ഞൊരു കാര്യമാണ്.
അപ്പം അത് ഒരു നർത്തകി എന്ന രീതിയിൽ തന്നെ പ്രേക്ഷകര് ഇത്രയും വലിയ അളവിൽ അറിയാന്നുള്ളത് അന്ന് അതൊരു ഭാഗ്യമായിരുന്നു. ആൻഡ് നൃത്തത്തിന്റെ തന്നെ ഇപ്പം നമ്മളൊരു ക്ലാസിക്കൽ ഡാൻസറാണ്, ശാസ്ത്രീയമായി പഠിച്ചതാണ്. അതിനു മുൻപും ഒരുപാട് സ്റ്റേജസും ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് ഗുരുക്കന്മാരോടൊപ്പവും അതല്ലാതെയും ഇൻഡിവിജ്വലായിട്ടും ഒക്കെ ഒരുപാട് സ്റ്റേജസ് പെർഫോം ചെയ്ത് ഒരു പ്രോപ്പർ ഗുരു സമ്പ്രദായത്തിൽ നിന്ന് തന്നെ പഠിച്ചു വന്നിട്ടുള്ള വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അങ്ങനെ പഠിച്ചു വന്നതാണ്. പക്ഷേ തകതിമിയിൽ വന്നത് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു അതെ 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 ലക്ഷ്മി ഗോപാലസ്വാമി അതെ ഗോപിക മാം ഉണ്ടായിരുന്നു, പിന്നെ വിനീതേട്ടൻ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അത് ഒരുപാട് ഫോംസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വേദിയായിരുന്നു. കാരണം അതുവരെ നമ്മൾ ഓഫ് കോഴ്സ് സിനിമാറ്റിക് ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇപ്പം അങ്ങനത്തെ കുറച്ച് കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഹിപ്പ് ഹോപ്പ് ചെയ്തിട്ടുണ്ട് ഒരു റൗണ്ടില്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ രാജസ്ഥാനി യുനോ ഫോക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള, അപ്പൊ അങ്ങനെയുള്ള കുറെ ഒരു കോമഡി റൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്താണ് ആദ്യമായിട്ട് ഒരു കോമിക് ടൈമിംഗ് വെച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് കൊറിയോഗ്രഫി ചെയ്തത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കൊറിയോഗ്രഫീസ് അപ്പാർട്ട് ഫ്രം എ ഫ്യൂ ഞാൻ സ്വന്തമാണ് ചെയ്തിട്ടുള്ളത് അതില്. അതെ, അപ്പൊ കൊറിയോഗ്രഫീസ് മോസ്റ്റ് ഓഫ് ഇറ്റ് മെജോറിറ്റി ബാറിങ് ഐ തിങ്ക് മേ ബി 2 or 3 ഞാൻ സ്വന്തമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കോമിക് ടൈമിംഗ് ഉള്ള സംഗതി അതൊക്കെ ഞാൻ സ്വന്തമാണ് കൊറിയോഗ്രഫി ചെയ്തത്. നമ്മളെ കിലുക്കത്തിലെ പാട്ട് വെച്ചിട്ടുള്ള ഒരു സംഗതിയായിരുന്നു, ഡാൻസ് വിത്ത് എ കിഡ് റൗണ്ട്. ദാറ്റ് വാസ് ദ റൗണ്ട്. അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വേദിയായിരുന്നു അത്. അപ്പൊ ഓരോ റൗണ്ട് വരുമ്പോഴും നമ്മളിങ്ങനെ പുതിയ പുതിയ ഫാസറ്റ്സ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്. സോ ആ രീതിയിൽ ഐ തിങ്ക് ഇറ്റ് വാസ് വെരി എൻറിച്ചിങ്. ഓക്കെ, അതിനുശേഷം അത് കണ്ടിട്ടാണല്ലോ അവര് ഏഷ്യാനെറ്റ് തന്നെ അങ്ങ് എടുത്തു ആ കുട്ടീനെ. ഏഷ്യാനെറ്റ് പിന്നെ അങ്ങനെയാണ്, ഒരാളെ കൊണ്ടുവന്നു അവരുടെ കറക്റ്റാണ്. കാര്യസ്ഥം കഴിഞ്ഞപ്പോഴും ഏതോ ഒരു ഇന്റർവ്യൂവിന് എന്തോ ഏഷ്യാനെറ്റിൽ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സ് എന്തോന്ന് പറഞ്ഞപ്പോ ഷീസ് ആൻ ഏഷ്യാനെറ്റ് പ്രൊഡക്റ്റ്, അവരങ്ങനെ തന്നെ പറയും. അത് ഏഷ്യാനെറ്റ് വളർത്തി കൊണ്ടുവന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അത് പിന്നെ അവരിൽ ഒരു നല്ല കഴിവുണ്ട്, ഇവരിൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അവരങ്ങ് എടുക്കുക ഏഷ്യാനെറ്റ്. പിന്നെ അവരെ ആ ആർട്ടിസ്റ്റിനെ അവർ ഏത് മേഖലയിലാണോ അവരെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, അത് ഏഷ്യാനെറ്റ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് അല്ലേ? അതെ അതെ. ഓക്കെ, അങ്ങനെയാണ് പിന്നെ അവര് തന്നെ അവരുടെ പ്രോഗ്രാമായ മഞ്ച് സ്റ്റാർ സിംഗറിലേക്ക് അതിന്റെ സീസൺ 1 സീസൺ 2 അങ്ങനെ എന്തോ സീസൺ 1 ആണ് ഞാൻ ചെയ്തത്. സീസൺ 2 നസ്രിയ ചെയ്തു. നിങ്ങൾ രണ്ടുപേരും പിന്നീട് സിനിമാ ലോകത്തേക്ക് എത്തി. രണ്ടുപേരും മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള നല്ല ബബ്ലി നല്ല നായികമാരാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചത്. അങ്ങനെ മഞ്ച് സ്റ്റാർ സിംഗറിന്റെ അത് ആങ്കറിങ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസോ? ദാറ്റ് വാസ് ഓൾസോ വണ്ടർഫുൾ. അത് എങ്ങനെയാണ് വിളിച്ചത് അതൊന്നും എനിക്ക് അത്ര അങ്ങനെ അറിയില്ല, എങ്ങനെയില്ല. ആങ്കറിംഗ് ഒരു ചാലഞ്ച് ആയിട്ട് തോന്നിയോ അന്ന്? അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഞാന് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾക്ക് ഈ എലക്യൂഷൻ, എക്സ്റ്റംപറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരിക്കലും സ്റ്റേജിൽ കയറി സംസാരിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മൾക്ക് ഒരു കംപ്ലീറ്റ്ലി ഏലിയൻ ആയിട്ടുള്ള ഒരു ടെറിട്ടറി ഒന്നുമല്ല. ബട്ട് ഓഫ് കോഴ്സ് ആസ് യു വുഡ് ഓൾസോ നോ ഇറ്റ്സ് വെരി ഡിഫറെന്റ്. ടിവിയിൽ ഇപ്പം ഒരു ആങ്കറിംഗ് ചെയ്യാന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ഷോ ചെയ്യാന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും വ്യത്യാസം തന്നെയാണ്. പക്ഷെ ആ ഒരു കംപ്ലീറ്റ്ലി യുനോ ഈ പറഞ്ഞ ആ ഒരു ഏലിയൻ ടെറിട്ടറി ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല. ആൻഡ് ദാറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. സുജാത ചേച്ചി ഉണ്ടായിരുന്നു, വേണുവേട്ടൻ ഉണ്ടായിരുന്നു, ഗോപിയേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ കണ്ടിട്ട് ദേ ആർ ഓൾ യുനോ സച്ച് ഗ്രേറ്റ് ലെജൻഡ്സ്. അപ്പൊ അവരുടെ അടുത്ത് നിന്നൊക്കെ അവരെ കാണുക, ഒബ്സർവ് ചെയ്യുക ഓൺ എ ഡെയിലി ബേസിസ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് എത്രത്തോളം അവർ ലെജൻഡ്സ് ആണോ അവർ അത്രത്തോളം ഡൗൺ ടു എർത്തും ആണ്. അപ്പൊ അതൊക്കെ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ചെയ്ത 2 ഷോസും ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഷോസ്. അത് കഴിഞ്ഞിട്ട് നേരെ വന്നത് കാര്യസ്ഥൻ മൂവിയിലേക്ക്, ആ സിനിമയും ഹിറ്റ്. അതിനുശേഷം തേജാബായിലേക്ക് വന്നു, അതും എഗെയിൻ ഇത്. അങ്ങനെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് എപ്പോഴും ഈ ഒരു ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാ ഹിറ്റ്സുകളും സന്തോഷങ്ങളും മാത്രമായിരുന്നു അഖില അല്ലെ ബാക്ക് ടു ബാക്ക് അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഓരോ ഹിറ്റ് അത് ഓഫ് കോഴ്സ് അത് പ്രേക്ഷകർ അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്, പ്രേക്ഷകരുടെ ഒരു ഇഷ്ടം കിട്ടുന്നു എന്നുള്ളതാണ് അതിലുള്ള ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അത് ഹിറ്റ് കമേഴ്ഷ്യൽ ഹിറ്റ് എന്നൊക്കെ പറയുന്നത് അത് പിന്നെ നമ്മൾ അതിനെ ടെക്നിക്കാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. പക്ഷെ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും കലാപരമായിട്ട് കലാകാരികൾ എന്ന രീതിയിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അതിന്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് ഡെഡിക്കേഷൻ ഉണ്ട്, വർഷങ്ങളുടെ പ്രയത്നം ഉണ്ട് അല്ലെ. അപ്പം ഇതെല്ലാം വന്നൊരു കൾമിനേഷനിൽ എത്തുന്നതാണ് ഒരു
ഇപ്പം ഷോ ആണെങ്കിലും അങ്ങനെ ഇപ്പോൾ ഷോ അല്ലാതെയും ഉള്ള ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് അല്ലെ, ഷോസോ അല്ലെങ്കിൽ സിനിമയോ ഇതല്ലാതെ തന്നെ സ്റ്റേജസിലും, അതിനിപ്പോൾ അല്ല സ്റ്റേജസിലൊന്നും കയറാത്തയും സ്റ്റേജസ് കിട്ടാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളും ഉണ്ട്. പക്ഷെ ആ കല എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളില് ഉണർത്തിയെടുക്കുന്ന ഒരു വൈഭവം, എന്താ അതിന് പറയുക, ആ ഒരു ഉള്ളിലുള്ള ആ ഒരു നമ്മളെ ഇൻഡിവിജ്വലിനെ വളർത്തിയെടുക്കുന്നതിൽ കലയ്ക്കുള്ള ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ അസെറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് അത് പ്രേക്ഷകരും കൂടെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അതൊരു ബോണസ് ആയിട്ട് വരുന്നതാണ്. ആൻഡ് അത് ഒരു വലിയ വലിയ ബ്ലെസ്സിങ് ആണ്. അത് ഒരു കലാകാരിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഹിറ്റ് എന്നൊക്കെ പറയുന്നത് ശരിക്കും അതാണ് അല്ലെ, കാണുന്നവർ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹമായി വരുന്നതാണ്. ശരിക്കും അത് അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അത് കിട്ടിയെന്ന് വരില്ല അല്ലെ. ശരിക്കും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. അങ്ങനെ അപ്പം അഖില പറഞ്ഞു, അഖില സ്ട്രിക്റ്റ് ആയിട്ട് ഒരു നോ മലയാളം മൂവീസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ടൊന്ന്. അപ്പൊ എപ്പോഴെങ്കിലും ഈ ഇത്രയും വർഷങ്ങളോളം അഖില നമ്മുടെ മലയാളം സിനിമ മിസ് ചെയ്തോ? മലയാളം സിനിമകൾ ഞാൻ സിനിമ ഓഫ് കോഴ്സ് മിസ് ചെയ്യുമല്ലോ, അത് നമുക്ക് ഉണ്ട്. ഞാൻ പക്ഷേ അധികം ഈ ഒരു കാലയളവിൽ കുറച്ച് സിനിമകൾ കാണുന്നതൊക്കെ വളരെ ബോംബെയിൽ പോയ സമയത്ത് എന്തോ ഫോർ വേരിയസ് റീസൺസ് സിനിമകൾ അത്ര കാണാറുണ്ടായിരുന്നില്ല, എസ്പെഷ്യലി മലയാളം മൂവികൾ. അത്ര ഐ വാസ് നോട്ട് ഇൻ ടച്ച്, അത്ര റെലവെന്റ് ആയിട്ട് ഞാൻ അങ്ങനെ കാണാറുണ്ടായിരുന്നില്ല അല്ല. അപ്പം അങ്ങനെ അത്ര ഒരു ഇതുണ്ടായ ഒരു ഐ വാസ് നോട്ട് ഇൻ ടച്ച് വിത്ത് വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ് ഹിയർ. ദാറ്റ് വാസ് ദെയർ. മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ടും ഉണ്ട്, അത് കഴിഞ്ഞിട്ടും വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളാണ്. മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും മിസ് ചെയ്യുമല്ലോ. ഒബ്വിയസ്ലി നമ്മളുടെ ജീവിതത്തിനൊരു ഒരു അവിഭാജ്യ ഘടകം എന്ന് തന്നെ വിളിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ എൻ്റെ ജീവിതത്തിലാണെങ്കിൽ എന്നെ പലപ്പോഴും എന്നെ കണ്ടു കഴിഞ്ഞാൽ കാര്യസ്ഥൻ അല്ലെങ്കിൽ ശ്രീബാല എന്ന് പറയും. അപ്പം അത് ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇറ്റ്സ് എ കോൺസ്റ്റന്റ് റിമൈൻഡർ ഓൾസോ. അപ്പൊ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ജീവിതത്തിന്റെ ഒരു ഭാഗം എവിടെയോ ഇന്നുമാണ് എന്നുള്ളത് എന്നും ഒരു റിമൈൻഡർ നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട്. അപ്പം ആ മിസ് ചെയ്യുന്നുണ്ടോ, ഇറ്റ്സ് സ്റ്റിൽ എ പാർട്ട് ഓഫ് യു, ഇറ്റ്സ് സ്റ്റിൽ എ പാർട്ട് ഓഫ് യു അല്ലേ. കാരണം നമ്മൾ ചെയ്തു വെച്ച ഒരു കാര്യം, ഇറ്റ് ഇസ് ദെയർ ഇൻ ദി ആർക്കൈവ്സ്. ഇറ്റ് ഇസ് that is something that nobody can take away from you. It's a part of you. Yeah. Okay. അപ്പൊ ഇപ്പൊ കുറച്ച് നല്ല പ്രൊജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അഖില ഓക്കെ ആണ്, ചെയ്യും അല്ലേ? നമ്മൾക്ക് ഒത്തുവരുന്ന സാഹചര്യമാണെങ്കിൽ അങ്ങനെ ഇപ്പം വരുന്നുണ്ട്, ചെയ്യുമോന്നറിയില്ല. ബട്ട് there are things that അല്ലാതെ ഒരു ബിഗ് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു നോ ഞാൻ ഇല്ല അങ്ങനെയൊന്നും അല്ല. ഇഫ് സംതിങ് കംസ് നല്ലൊരു ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല. ഒരിക്കലും അങ്ങനെ ഒരു സ്ട്രിക്റ്റ് നോ ഇനി ചെയ്യുന്നേ ഇല്ല എന്നൊന്നും ഒരിക്കലും ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല. ഇൻഫാക്ട് ഞാൻ സിനിമ ചെയ്യുന്ന കാലത്തുള്ള ഇന്റർവ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എപ്പോഴും ഇതിനോട് ഈ ഒരു മീഡിയം ഇഷ്ടമാണെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ മീഡിയം ഇഷ്ടമാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇതിനിടയിൽ കളരി അഭ്യസിച്ചു. കളരി വളരെ ഭംഗിയായിട്ട്, ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നതൊക്കെയാണ്. അഖില ചെയ്യുന്നതൊക്കെ എത്ര ഭംഗിയായിട്ടാണ്, എത്ര മെയ്വഴക്കത്തോടെയാണ് ഇത് ചെയ്യണതൊക്കെ. അപ്പൊ ഏത് ഏജിലാണ് ഈ കളരി അഭ്യസിക്കാനൊക്കെ തുടങ്ങിയത്? കളരിയും കുറച്ച് അത്യാവശ്യം ചെറുപ്പത്തിൽ തന്നെ കുറെ വർഷങ്ങളായി ഇപ്പം കളരി അഭ്യസിക്കുന്നു. ഇപ്പോഴും അത് സ്ഥിരമായി അഭ്യസിക്കാറുണ്ട്. ഇവിടെ കോഴിക്കോടുള്ള എപ്പോഴും ഞാൻ കളരിയിൽ പോകും. കോഴിക്കോട് തന്നെയാ പഠിച്ചത്? അതെ അതെ അതെ, കോഴിക്കോട് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഉള്ളപ്പോഴൊക്കെ പോവും, സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഓ ഓക്കെ. അപ്പൊ ഇപ്പം ഏകദേശം എത്ര വർഷമായിട്ടുണ്ടോ അപ്പൊ കളരി ചെയ്യാൻ തുടങ്ങിയിട്ട്? more than 15 years I think. 15 കൂടുതൽ ഉണ്ടാവും ഒരു പക്ഷേ. അതും എല്ലാം ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമല്ലോ, അപ്പൊ അതിന്റെ കൂട്ടത്തിലുള്ളത് തന്നെയാണ് കളരിപ്പയറ്റും. അപ്പം അതെ. പിന്നെ നമ്മൾ ഈ ഡാൻസേഴ്സ്, യു വുഡ് ഓൾസോ നോ റൈറ്റ്, സോ വി എക്സ്പ്ലോർ സോ മെനി ഡിഫറെന്റ് തിങ്സ് അലോങ് വിത്ത് ദാറ്റ്. അതിനെ ഡാൻസിനെ എയ്ഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാട്ടായാലും കളരി ആയാലും അല്ലെങ്കിൽ മാർഷൽ ആർട്ട്, അങ്ങനത്തെ പല, ഈവൻ വായന അല്ലേ, ഞാൻ പറയും റീഡിങ്ങും അതല്ലെങ്കിൽ നമ്മളുടെ മിത്തോളജി, ഇതിഹാസ, ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. എല്ലാം കണക്റ്റഡ് ആണ്. എസ്പെഷ്യലി ശാസ്ത്രീയമായിട്ടുള്ള നൃത്തരൂപങ്ങൾ അഭ്യസിക്കുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഒന്ന് പോയി തൊടും അല്ലെ. എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെന്നെങ്കിലും ഒക്കെ കേൾക്കും, അതല്ലെങ്കിൽ വായിക്കും, അതല്ലെങ്കിൽ
അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കും, അതല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് കേൾക്കും. അപ്പം ഇതൊക്കെ അതിന്റെ ഭാഗമാണ്, അങ്ങനെ വരുന്നത് വന്ന് ചേരുന്നതാണ്. അപ്പൊ ഇതിലൊന്നും ഇപ്പൊ ഒരു സെപ്പറേറ്റ് ആയിട്ട് കാണുന്നില്ല ഞാൻ. എവറിഥിങ് ഇസ് പാർട്ട് ഓഫ് ദ സെയിം തിങ്. ഓക്കെ ഓക്കെ. ഇനി നമ്മുടെ അഖിലയുടെ സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാലോ ഇപ്പൊ തന്നെ ആണെങ്കിലും എല്ലാവരും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. കമന്റ് ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നോക്കാറുണ്ടോ കമന്റ് ബോക്സ് ഒക്കെ? നോക്കാറുണ്ട്. അപ്പൊ ഞാൻ അത്തരത്തിലുള്ള കുറെ ആൾക്കാർ ചോദിച്ച കുറെ ചോദ്യങ്ങൾ ഞാൻ ഇതിപ്പോ ചോദിക്കാൻ പോവാണ്. നിങ്ങളിൽ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുണ്ടാവും. ആ ചോദ്യത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പൊ കൈയോടെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഏതെങ്കിലും ഒക്കെ ഇതുപോലെ കമന്റ്സ് വരുന്നപ്പം അഖില റിപ്ലൈ ചെയ്തിട്ടുണ്ടോ? പലർക്കും റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ ഞാനിപ്പോ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഓൾറെഡി റിപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. എന്തായാലും നിങ്ങളുടെ ടീം ഞാൻ റിപ്ലൈ ചെയ്യാത്ത ചോദ്യങ്ങൾ എന്താ കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പൊ ഓക്കെ, ഞാനിനി നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, അപ്പം ആദ്യത്തെ കമന്റ് ആണ് കേട്ടോ. കൂടെ അഭിനയിച്ച നടന്മാരെ ഓവറായി പൊക്കി പറയാത്ത അഭിമാനിയായ നടി, നട്ടലുള്ള സ്ത്രീ. ഈ കമന്റ് കണ്ടിട്ടുണ്ടാ? ഈ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട് തോന്നുന്നു. റീസെന്റ് കൊടുത്തൊരു ഇന്റർവ്യൂലുള്ളതാണോ അത്? ആണോ? അതെ അതെ, റീസെന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂല് വന്ന ഒരു കമന്റ് ആണിത്. അത് കമന്റ് ആണ്, അതിന് റിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും എന്തെങ്കിലും ഒന്ന് പറയൂ. ഈ കമന്റ് കേട്ടപ്പോൾ മനസ്സിലൂടെ, ഈ കമന്റ് ഇപ്പൊ വായിച്ചു കേട്ടപ്പോ എന്താ മനസ്സിലൂടെ പോയത് അത് പറയും. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എവിടെയാണ് ഞാൻ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. അതിനൊന്നും പറയാനില്ല. അത് എനിക്ക് തോന്നുന്നു ആളുകൾ വീക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് തോന്നുന്ന അഭിപ്രായങ്ങളാണല്ലേ. അത് പലർക്കും പല അഭിപ്രായവും ഉണ്ടാവും. അപ്പം ഐ ഡോണ്ട് ഹാവ് മച്ച് ടു സേ ഓൺ ദാറ്റ്. എന്താന്ന് പറയുക, നമ്മുടെ ഇപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ എല്ലാവരും നമ്മൾ പൊതുവെ കാണുന്നത് മാക്സിമം അവർ മറ്റുള്ളവരെ പൊക്കി പറയുക, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഇതൊക്കെ നല്ലൊരു വൈബായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഇങ്ങനെ പുകഴ്ത്തുന്നത് നമ്മൾ കേട്ട് കേട്ട് നമുക്ക് ശീലമാണ്. അപ്പം അത് വെച്ചിട്ടാണ് ഇവര് ചോദിക്കുന്നത്. അപ്പം പക്ഷെ അഖിലയുടെ ഇതിനകത്തൊന്നും മറ്റുള്ളവരെ അങ്ങനെ ഓക്കെ വളരെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോൺ ആയിരുന്നു ഇങ്ങനെ എന്നൊക്കെ അല്ലാണ്ട് ഓവറായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കേൾവികൾ കേൾക്കുന്നില്ല. അതാണ് ഇവരിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതിന്റെ പിന്നിലത്തെ കാര്യം. മേ ബി ഐ എം ഡിഫറെന്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മളിപ്പം സംസാരിച്ചിട്ടില്ലേ, അപ്പം എനിക്ക് ജെന്യുവൻ ആയിട്ട് എന്താണോ തോന്നിയിട്ടുള്ളത് അത് ഞാൻ പറയാറുണ്ട്. പിന്നെ കൂടുതൽ പീപ്പിൾ പ്ലീസിങ് ഞാൻ ചെയ്യാറില്ല, അത് സത്യമാണ്. അത് എനിക്ക് തോന്നുന്നു ഫേക്ക് അല്ലേ. അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആണ്. ഐ എം നോട്ട് കമന്റിങ് ഓൺ എനിബഡി. അത് ഓരോരുത്തരും അവരുടെ കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് എന്ത് പറയുന്നതും. ഒരു പക്ഷേ അവരുടെ റിലേഷൻഷിപ്പ് വളരെ കംഫർട്ടബിളും അത്രയും ഫ്രണ്ട്ലിയും ആയത് കാരണം തന്നെ ആയിരിക്കാം എല്ലാവരും പറയുന്നത്. അപ്പം ദാറ്റ് ഈസ് നോട്ട് ഫോർ മീ ടു കമന്റ് ഓൺ വാട്ട് അതേഴ്സ് ആർ സെയിങ്. പക്ഷേ എനിക്ക് എങ്ങനെ ഒരു അതും ഞാൻ അത്ര അങ്ങോട്ട് ഫ്രണ്ട്ലി ആവുന്ന ഒരു ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതും ഇപ്പം ഒരുപക്ഷെ ഇന്റർവ്യൂസും അല്ലെങ്കിൽ പ്രഭാഷണങ്ങളും ഇതെല്ലാം കേട്ടിട്ട് ആളുകൾ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള. അതല്ല, റിയൽ ലൈഫില് സംസാരം കുറച്ച് കുറവുള്ള ആളാണ് ഞാൻ. അൺലെസ് യു സ്ട്രൈക്ക് എ വൈബ് അല്ലെങ്കിൽ നല്ല പരിചയം, ഐ തിങ്ക് വി സ്ട്രക്ക് എ വൈബ് അല്ലേ? അതെ, നമ്മളിപ്പോ പറയായിരുന്നു ഇപ്പൊ സംസാരിച്ചത് ശരിക്കും എടുക്കായിരുന്നു 2 മണിക്കൂറിന്റെ ഒരു ഇന്റർവ്യൂ ആയി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ചില സ്വാഭാവികമായിട്ട് എന്താണോ സംഭവിക്കുന്നത്, ഐ ബിലീവ് ഇൻ കീപ്പിംഗ് തിങ്സ് ജെന്യുവൻ, വെദർ ഇറ്റ്സ് വിത്ത് പീപ്പിൾ, വെദർ ഇറ്റ്സ് ഇൻ യുവർ ഓൺ ലൈഫ്. അപ്പം അങ്ങനെയാവുമ്പോൾ ലൈഫ് സിമ്പിൾ ആവും, ഈസി ആവും, ഹാപ്പി ആവും. വെരി ട്രൂ. നമ്മൾ അവിടെ ഒരു രീതിയിലും നമ്മൾ ഫേക്ക് ഫേസ് വെക്കുന്നില്ല, നമ്മൾ നമ്മളായിട്ട് തന്നെ ആവുകയാണ് അല്ലേ? അതെ, ഇടിച്ചു കയറി ഒരു കാര്യം ചെയ്യാം, അതൊന്നും ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്. കാരണം പലപ്പോഴും പലരും ഇൻഡസ്ട്രിയിൽ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് സംടൈംസ് യു ഹാവ് ടു പുഷ് ഇറ്റ്, ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ഒരു തെറ്റാണെന്ന് ഒരു പക്ഷേ വിചാരിക്കാത്ത ഒരു കാഴ്ചപ്പാടുണ്ടാവാം. ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. ബട്ട് ഐ തിങ്ക് for me it is important that I stay true to who I am. That doesn't work. അത് അഖിലയുടെ കാര്യത്തില് അല്ലേ? അതെ അതെ. കാരണം ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പം അത് ഏതിൽ നോക്കിയാലും നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് ഞാനിവിടെ ഉണ്ട്, എനിക്ക് ചാൻസ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ ഇത് പ്ലീസ് ചെയ്യുക, അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഇങ്ങനെ കിട്ടും, അതിന് വേണ്ടിയിട്ട് ആ സർവൈവലിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ? അതെല്ലാം അവരുടെ ഇതിലേക്ക് നമുക്ക് വിടാം. അഖില ഇപ്പം ഇത്രയും നാളായിട്ടും സിനിമ ചെയ്യാതെ ഇപ്പൊ എത്ര വർഷമായി?
അല്ലേ? അല്ലെ? അപ്പൊ ഇത്രയും വർഷമായിട്ടുണ്ട്. അപ്പം ഈ ഒരു പീരീഡില് മറ്റുള്ളവരുടെ സിനിമകൾ കണ്ടിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അഖില ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരുടെ സിനിമകൾ കണ്ടിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാറുണ്ടോ? അങ്ങനെ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. ആണോ? ഓ, ഓഫ് കോഴ്സ്. നമുക്ക് ജെന്യുവൻ ആയിട്ട് ഇപ്പം ഒരാളുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ പിന്നെ അത്. ഓഫ് കോഴ്സ് അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഹ്യൂമൻ റിലേഷൻസിലുള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പൊ ഒരു ആളുടെ പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവര് യുനോ അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഓ, ഓക്കെ. ഈ നടി എത്ര ഓർണമെന്റ്സ് ഇട്ടാലും ഓവറായി തോന്നാറില്ല. അത് ഏതിലൊക്കെയാണോ അങ്ങനെ? ഞാനും കണ്ടിരിക്കുന്നതിനകത്തൊക്കെ നല്ല ഭംഗിയായിട്ട് വെൽ ഡ്രസ്ഡ് ആണ്. എപ്പോഴും ആ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് കോൺഷ്യസ് ആയിട്ട് നമ്മൾ മനസ്സിലാവും. ഓരോന്നിലും വളരെയധികം ശ്രദ്ധിച്ച് ഓരോന്നും നല്ല ഭംഗിയായിട്ടാണ് എപ്പോഴും പോർട്രേ ചെയ്യാറുള്ളത്. ചില ആൾക്കാർ ഡ്രസ്സ് ചെയ്തിട്ട് ഭയങ്കരമായിട്ടും എന്താ പറയാ, ഓവർ ഡ്രസ്ഡ് ചെയ്ത് ഒരുപാട് ജ്വല്ലറി ഇട്ട് ഭയങ്കര ഇതായിട്ടൊക്കെ, അത് അവരുടെ ഇഷ്ടമായിരിക്കാം കേട്ടോ. നമുക്ക് തോന്നുമ്പോൾ അവരുടെ എനിക്ക് തോന്നുന്നു എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെ? അവർക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല അല്ലെ? അത് ദാറ്റ് ഷുഡ് ബി ദ ഫസ്റ്റ് ഡിക്റ്റം ഇൻ ലൈഫ്. ഓഫ് കോഴ്സ് ആർക്കും ഉപദ്രവം ചെയ്യാതിരിക്കുക. അതല്ലാതെ ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണോ, നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ എങ്ങനെയാണോ അത് പോർട്രേ ചെയ്യുന്ന രീതിയിൽ, rather than going behind fashion trends and this is the in thing right now, let me do this. First just think if it suits you and then do what you want bindas. ഓക്കെ. അതാണ് അഖിലയുടെ വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ട്. അഖില എത്ര ഇട്ടാലും അത് അഴക് കൂടിയാ വരണതെന്ന്. അത് കൂടുതൽ അത് ചിലർ സ്കിന്നിലും ചിലരുടെ ആ ഒരു ബോഡിയിലും ഒക്കെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ടാവും അല്ലേ? അത് പലപ്പോഴും നമ്മൾ ഇപ്പം കുറെ കാലമായിട്ട് നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുന്ന കാര്യത്തിൽ, ഇപ്പൊ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. യു ഷുഡ് നോ വാട്ട് സൂട്ട്സ് യു. അപ്പം അതിനനുസരിച്ചിട്ട് ഓഫ് കോഴ്സ് എല്ലാം ബാലൻസ് ചെയ്തിട്ടും, ജ്വല്ലറി ഇടുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഡ്രസ്സായിട്ട് ബാലൻസ് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കുമല്ലോ. അങ്ങനെ എനിക്ക് തോന്നുന്നു ചെയ്യുന്ന ഒരു കാര്യമാണ് അതിലുള്ളത്. അതല്ലാതെ കൂടുതൽ അതിനെക്കുറിച്ച് ഇങ്ങനെ തലപുണ്ണാക്കി ആലോചിക്കാറൊന്നുമില്ല ഞാൻ. പിന്നെ എനിക്ക് തോന്നുന്നു കുറെ ജ്വല്ലറി ഇടുന്നുണ്ടെങ്കിലും ഒരു ജനറൽ ഒരു സംഗതി എൻ്റെ കുറച്ചും കൂടി ഒരു സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് പാറ്റേൺ ആണ് തോന്നുന്നു എനിക്ക്. ഐ ലുക്ക് അറ്റ് കളേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ശ്രദ്ധിക്കാറ്. ഓക്കെ. നമ്മുടെ കാര്യസ്ഥല അതിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയാളി പെണ്ണത് അതിനകത്ത് എത്ര ഓർണമെന്റ്സ് ഇട്ടിട്ടുണ്ടാവും? ഓർമ്മയുണ്ടോ? കൃത്യമായിട്ട് ഓർമ്മയില്ല, എന്തായാലും ഇട്ടിട്ടുണ്ടാവില്ല, കാരണം എല്ലാം അങ്ങനത്തെ വേഷമൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അഖില നല്ല നർത്തകിയും കളരിയും ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി പറയാത്ത സബ്ജക്റ്റ് ഉണ്ട്, പാട്ട്. നല്ലതായിട്ട് ദൈവം എല്ലാ അർത്ഥത്തിലും, ഇവിടെ വുഡ് എവിടെയാ ഉള്ളത്, എല്ലാ അർത്ഥത്തിലും ദൈവം ഒരുമിച്ച് എല്ലാ കലയും കൊടുത്തിരിക്കുന്ന ഒരു കുട്ടിയാണ്. നന്നായിട്ട് പാടുകയും ചെയ്യും. അപ്പൊ നമുക്ക് ആ മലയാളി പെണ്ണൊന്ന് പാടിയിട്ട് ഇനി അടുത്തതിലേക്ക് പോവാം. ഇങ്ങനെയൊന്നും വെക്കണ്ട, എന്തായാലും നമ്മൾ പാടിപ്പിച്ചിട്ടേ നമ്മൾ അടുത്ത കമന്റിലേക്ക് പോകുള്ളൂ. മലയാളി പെണ്ണ് വേറെ ആളുകളാണ് പാടേണ്ടത്, കണ്ടിട്ട് പാടണം. അങ്ങനെ കൊറേ പേര് പാടിയിട്ടുണ്ടല്ലോ. ഞാൻ ഇന്ന് വരെ ഈ പാട്ട് പാടിയിട്ടില്ല കേട്ടോ. എന്തായാലും അപ്പൊ ഞങ്ങളായിട്ടൊന്നും ഒന്ന് പാടിപ്പിക്കുകയാണ്. ഞാൻ കുറച്ച് വരികൾ പാടാം. ഞാൻ പാടി നോക്കിയിട്ടില്ല, എന്തായാലും ആദ്യത്തെ കുറച്ച് വരികൾ പാടാം. ഓക്കെ. മലയാളി പെണ്ണേ നിന്റെ മുഖശ്രീലായിരം പൂവിരിയും സിന്ദൂര സൂര്യോദയം. സൂര്യോദയങ്ങൾക്ക് സിന്ദൂരം നൽകുന്ന പുലർക്കാലമാണു നീ അനുരാഗമേ. പാദസരം കിലുങ്ങുന്ന പാദങ്ങളിൽ മെല്ലെ കിലുങ്ങുന്ന പദമാല നീയല്ലയോ എന്നനുരാഗമേ. ഇത് പാടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും? സത്യമായിട്ട് ഞാൻ ഇന്ന് വരെ പാടിയിട്ടില്ല, ഞാൻ കേൾക്കാറേ ഉള്ളൂ. കാരണം വരികൾ എത്ര മനോഹരമാണ് അല്ലെ? കൈതപ്രം സാറിന്റെ വരികൾ എന്തൊരു മനോഹരമാണ് ശരിക്കും. ആദ്യം ഞാൻ ഈ ഒരു സ്ക്രാച്ച് കേൾക്കുന്ന സമയത്ത് മലയാളി പെണ്ണേ എന്നുള്ള, കാരണം ഒരു ചെറിയൊരു വീഡിയോ പോലെ എടുത്തിട്ടുണ്ട് ഷൂട്ടിന്റെ മുൻപ്. ഒരു ചെറിയൊരു എങ്ങനെ പെയറിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ള നോക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സംഗതി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് ഈ ഫുൾ ഫോമിലല്ല, എന്നാലും ഇങ്ങനെയാണ്. അപ്പൊ മലയാളി പെണ്ണേ എന്നുള്ള ആദ്യം ഞാനിങ്ങനെ, ഇനിയിപ്പോ എല്ലാരും കളിയാക്കുവോ എങ്ങനെയാണ് എന്നുള്ള നമ്മൾക്ക് അറിയില്ലല്ലോ, ഇത് എങ്ങനെയാണ് റിസീവ് ചെയ്യപ്പെടുക എന്നുള്ളതും. ഇത് ഇത്രയ്ക്ക് മാത്രം മലയാളികൾക്ക് അത്ര ഒരു അല്ലെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു പാട്ടായി മാറും എന്നുള്ള ഒരു ധാരണയൊന്നും അന്നില്ലല്ലോ. പക്ഷെ അപ്പൊ അച്ഛനാണ് പറഞ്ഞത് ഇത് നിന്റെ ആദ്യത്തെ ഹിറ്റ് പാട്ടാണെന്നുള്ള, ആദ്യം കേട്ടപ്പോ തന്നെ പറഞ്ഞു.
അപ്പൊ അത് എനിക്ക് തോന്നുന്നു അത് പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അതെ, കാരണം ഇന്നും അതെ, മലയാളി പെണ്ണ് എന്ന് പറഞ്ഞ് നമ്മുടെ എന്തെങ്കിലും ഒരു ഇതുണ്ട് പറയണമെങ്കിൽ അന്നേരം തന്നെ ഈ പാട്ടാണ് വരുന്നത്. എല്ലാവരുടെയും മനസ്സിൽ എല്ലാ അർത്ഥത്തിലും ഉള്ള ഒരു മലയാളി പെണ്ണെന്ന് പറയുന്നത് അത് അഖിലയായിട്ട് അതങ്ങ് സ്റ്റാമ്പ് ഒട്ടിച്ച് വിട്ടിരിക്കാൻ അഖില. എല്ലാരും അങ്ങനെ തന്നെയാണ്. ഒരു പ്രോപ്പർ എല്ലാ അർത്ഥത്തിലും ഒരു മലയാളി പെണ്ണ്, ആ ഐശ്വര്യവും സൗന്ദര്യവും ആ ഒരു കുട്ടിത്വവും ചെയ്ത എല്ലാ അർത്ഥത്തിലും അത് അഖിലയിലേക്ക് മാത്രമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പാട്ടിന്റെ വരികള് കൈതപ്രം സാർ എത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊരു കാവ്യാത്മകമാണ്, ശരിക്കും മനോഹരമായിട്ടുള്ള. അത് എനിക്ക് തോന്നുന്നു ആ ഒരു മലയാളി പെണ്ണെ എന്നുള്ളത് അത് മാത്രമല്ല അത് ഷൂട്ട് ചെയ്തതും കേട്ടോ, ആ ഒരു കേരളത്തിന്റെ പ്രകൃതി ഭംഗി അത്രയ്ക്ക് നന്നായി പകർത്തിയിട്ടുള്ള ഒരു പാട്ടാണ് തോന്നുന്നു. അപ്പൊ ആ അണിയറ പ്രവർത്തകർക്കും അത് ആ ഒരു വിഷനും അത് ഈ രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ള എനിക്ക് തോന്നുന്നു അതൊരു വലിയ കാര്യമാണ്. കാരണം ആ കലാരൂപങ്ങളും നമ്മളുടെ കലാരൂപങ്ങൾ, നമ്മളുടെ പ്രകൃതി സൗന്ദര്യം ഇതെല്ലാം നല്ല അതിൽ ഏറ്റവും ഹൈ പോയിന്റിൽ തന്നെ അതിന്റെ ജെനിത്തിൽ എത്തിച്ചിട്ടുള്ള ഒരു പാട്ടാണ് തോന്നുന്നു അത്. ഇതിൽ ചെറിയൊരു കളരിപ്പായിട്ട് ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ കലാരൂപങ്ങളും എല്ലാം തന്നെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാട്ടാണത്. അതിന്റെ ഭാഗമാവുക അല്ലെങ്കിൽ അതിലൂടെ ആ നായികേനെ വർണ്ണിക്കുകയാണല്ലോ, മലയാളി പെണ്ണിനെ വർണ്ണിക്കുകയാണല്ലോ. ഇതിന്റെ ഓരോ വാക്കുകൾ എടുത്ത് നോക്കിയാൽ അതിന്റെ ഭംഗിയും. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവുക, അതിനകത്ത് ആ മലയാളി പെണ്ണാവുക എന്നൊക്കെ പറയുന്നത് ശരിക്കും അഖിലയുടെ ഒരു ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതിലൂടെ അങ്ങനെ അഖിലയിലൂടെയാണ് ആ ഒരു വർണ്ണന നമ്മൾ എല്ലാവരും കാണുന്നതും ആസ്വദിക്കുന്നതും. അപ്പൊ അതിന് ഭാഗ്യം തന്നെ ശരിക്കും അതൊരു ബ്ലെസ്ഡ് ആണ് ആ ഒരു കാര്യത്തില്. ഓക്കെ, ഇനി നമുക്ക് ഇനി അടുത്ത പാട്ടുകളൊക്കെ പാടണം കേട്ടോ. നമുക്ക് കാര്യസ്ഥ ഷൂട്ട് ചെയ്തപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചല്ലോ. കമന്റ് കേൾക്കുമ്പോഴാണ് ടെൻഷൻ വരുന്നത്, എന്തൊക്കെ കമന്റുകളാണോ ആവോ എന്നുള്ളത്. വായിച്ചു പോയിട്ടുള്ള കമന്റുകളൊക്കെ തന്നെയാണ്. അടുത്തത്, അഖിലയെ പോലുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് വരണം, പാർട്ടിക്കും രാഷ്ട്രീയത്തിനും ഒരു മുതൽക്കൂട്ടാവും. എന്താ പറയാനുള്ളത്? അതും ഈ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ആളുകളുടെ അഭിപ്രായമാണത്. ലെറ്റ് ഇറ്റ് ജസ്റ്റ് ബി ദേർ. ഐ തിങ്ക് ഇതൊരു പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം അഖിലയുടെ പ്രഭാഷണങ്ങളും സ്പീച്ച് ഒക്കെ പോകുന്നുണ്ടല്ലോ, അത് കണ്ടിട്ടാവണം ഒരു പക്ഷെ ഇത്തരത്തിലുള്ള കാരണം ഞാൻ സ്പീച്ചസ് പറയുന്നതും ഒരു പക്ഷേ ചില പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള സമൂഹത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ തൊട്ടു പോവാറുണ്ട്. അതായിരിക്കാം ആ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ അതിൽ പറയാനുള്ള എനി മാൻ ഓർ വുമൺ ഇസ് എ പൊളിറ്റിക്കൽ ആനിമൽ എന്ന് പറയുമല്ലോ, അല്ലെ? നമ്മൾക്ക് എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട്. കാരണം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ആൻഡ് നമ്മൾ ഈ രാജ്യത്തിന്റെ ഒരു സിറ്റിസൺ ആണ്. അപ്പം ബൈ ഡിഫോൾട്ട് നമ്മൾ എല്ലാവരും തന്നെ അല്ലെ പൊളിറ്റിക്സ് അതെ, ആൻഡ് വി ആർ പൊളിറ്റിക്കൽ. കാരണം നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മളുടെ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ രാജ്യത്ത് ഒരു ലോഫുൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ ലോ അബൈഡിങ് സിറ്റിസൺസ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വി ആർ ഓൾ പൊളിറ്റിക്കൽ. യെസ്. അപ്പോൾ അതിലൊക്കെ വളരെയധികം അപ്ഡേറ്റഡ് ആണ്, വളരെയധികം തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നുണ്ട്. അതിലൊരു അഭിരുചിയുള്ള ആള് തന്നെയാണ്. വോട്ട് ചെയ്യാൻ പോവാറുണ്ടോ? ഓഫ് കോഴ്സ് ആണ്. ഓഫ് കോഴ്സ്. അപ്പൊ എത്ര തവണ ചെയ്തു? എല്ലാ വർഷവും ചെയ്യാറുണ്ട്? എനിക്ക് തോന്നുന്നു വോട്ട് ചെയ്യാൻ തുടങ്ങിയ ആ 18 വയസ്സിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു ഇലക്ഷൻ മിസ് ചെയ്തിട്ടുണ്ടോ. ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ തന്നെ വോട്ട് ചെയ്യുന്ന ആ സമയമാണെന്നുണ്ടെങ്കിൽ എത്തും. പിന്നെ 5 വർഷത്തിൽ ഒരിക്കലും നമ്മള് അത് ദാറ്റ് ഈസ് ആ റെസ്പോൺസിബിലിറ്റി അല്ലേ, ബീയിങ് എ സിറ്റിസൺ. നമ്മൾ നമ്മുടെ അത് രേഖപ്പെടുത്തണം. അതെ. അപ്പം അത് വീട്ടിലെല്ലാവരും തന്നെ അങ്ങനെ ഒരു പോയിന്റ് വി മേക്ക് ഷുവർ. അങ്ങനെ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആരെങ്കിലും വോട്ട് ചെയ്യുന്നത് മിസ് ചെയ്യാറുള്ളൂ. വീട്ടിൽ തന്നെ എല്ലാവരും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മേജർ ഇലക്ഷൻ ഒന്നും ഞാൻ വോട്ട് ചെയ്യാതെ മിസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്സ് ഇതിലെല്ലാം വളരെയധികം അപ്ഡേറ്റഡ് ആണ്. ഞാൻ PG ചെയ്തിട്ടുണ്ട് പൊളിറ്റിക്കൽ സയൻസിൽ. നോ വണ്ടർ. അപ്പൊ എന്തായാലും അതിലെ ആ ഒരു അഭിരുചിയും ആ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അതുണ്ട്. ഓക്കെ, അപ്പൊ ഇത് പൊളിറ്റിക്കൽ സയൻസിൽ PG ചെയ്തു. അതിൽ UGC നെറ്റും ക്ലിയർ ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ സയൻസിലും ഞാൻ 3 PG ചെയ്തിട്ടുണ്ട്. 3 PG ചെയ്തിട്ടുണ്ട്. എന്റെ ഡിഗ്രി ഞാൻ ചെയ്തത് ഫിസിക്സിലാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും പൊളിറ്റിക്കൽ സയൻസിലും എൻവയൺമെന്റൽ സയൻസിലും ഈ 3 എണ്ണത്തിലാണ് ഞാൻ PG ചെയ്തത്. അതിൽ പൊളിറ്റിക്കൽ സയൻസിലും എൻവയൺമെന്റൽ സയൻസിലും രണ്ടിലും UGCയുടെ നെറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്ര അധികം സ്ട്രോങ് ആയിട്ട് അക്കാഡമിക്കലി ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വേറൊരു ഹീറോയിൻ നമുക്ക് ഇല്ല എന്ന് തന്നെ തോന്നുന്നുണ്ട്. 3 PG എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഹീറോയിൻ എന്റെ അറിവില്
അഖില മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അപ്പൊ എഡ്യൂക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളും കൂടിയാണ് അല്ലേ? അതെ അതെ. അപ്പൊ അന്നേരം ഈ ഫിസിക്സ് ഗ്രാജുവേറ്റ് ആയിട്ട് നിന്നിരുന്ന അഖില എന്തുകൊണ്ടാണ് അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് സയൻസിൽ നിന്നും വിട്ടും പിന്നെ പോളിറ്റിക്സ്, എൻവയോൺമെന്റ് ഇതിലൊക്കെയാണ്, പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇതിലൊക്കെയാണ് PG ചെയ്തത്? അങ്ങനെ ഒരു ഡൈവേർഷൻ വന്നത് എന്തുകൊണ്ടായിരിക്കും? ഫിസിക്സ് എടുത്ത കാലത്ത് ഫിസിക്സിനോടൊരു ആ സബ്ജക്റ്റിനോട് ഭയങ്കര, എസ്പെഷ്യലി മോഡേൺ ഫിസിക്സും എനിക്ക് തോന്നുന്നു അതൊരു വലിയ വിഷയമാണ് കേട്ടോ സംസാരിക്കാൻ കഴിയുന്ന. മോഡേൺ ഫിസിക്സും ഇനിയിപ്പോൾ സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള ഒരു സാമ്യവും കാര്യങ്ങളും, അതിന്റെ ഒരു എക്സ്പ്ലോറേഷൻ ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അപ്പൊ അതിലൊക്കെ അഭിരുചിയുള്ള ഒരു ആളാണ്. അപ്പൊ അങ്ങനെ ഫിസിക്സിനോട് താല്പര്യം ഉണ്ടായിട്ട് തന്നെയാണ് ഫിസിക്സ് എടുത്തത്. അത് ആ കാലത്ത് ഒരു ഫിസിസിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അത് എടുത്ത് തുടങ്ങിയത്. ഒരു ഫിസിസിസ്റ്റും ഒരു നർത്തകിയാവും എന്നുള്ളതൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷെ ആ ഒരു സമയത്ത് പിന്നെ ഭയങ്കര ബിസി ആയി തുടങ്ങി കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ. പിന്നെ ഫിസിക്സ് ഒരു ഹെവി സബ്ജക്റ്റ് ആണ്. അപ്പം ആ ഒരു ഏതെങ്കിലും ഒരു കാലത്ത് ചെയ്യാന്ന് പിന്നെ അങ്ങനെ ഒരിക്കലും അത് തീരെ വേണ്ടാന്നൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പം നമ്മൾക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു, കുറേ വിഷയങ്ങളില് ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെ? അപ്പം ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളാണ്. നമുക്കാണെങ്കിൽ എല്ലാം ഇങ്ങനെ എത്തിപ്പിടിച്ച് ചെയ്യാനും കഴിയും. അപ്പം സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അപ്പം അത് അവിടെ ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ ഇത് നാളെ എനിക്ക് എന്ത് റിട്ടേൺ തരുമെന്നോ ഒന്നും ആലോചിച്ചിട്ട് ചെയ്യുന്നതല്ല. പക്ഷെ അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ, അതിപ്പം എന്തെങ്കിലും ഒരു നൃത്തരൂപം പഠിക്കുന്നതാണെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുന്നതാണെങ്കിലോ അല്ലെങ്കിൽ ഒരാളെ പരിചയപ്പെട്ടോ അവര് ഭയങ്കര ഒരു ജ്ഞാനിയായിട്ടുള്ള ആളാണെങ്കിൽ അവരോട് സംസാരിക്കുന്നതോ, ഇതെല്ലാം നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളാണ്. അപ്പം നമ്മൾ അത് ചെയ്യും. അതൊന്നും നോട്ട് വിത്ത് എനി റിസൾട്ട് ഇൻ മൈൻഡ്, തിങ്കിങ് ഓഫ് വാട്ട് ദിസ് വിൽ ഗിവ് മീ, ബട്ട് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെയുള്ള എക്സ്പ്ലോറേഷൻസിൽ വരുന്നതാണ് ഇതെല്ലാം. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പണ്ടേ എഴുതാറുണ്ട് ഞാന്. അപ്പൊ പോയിട്രി, കവിതകൾ എഴുതാറുണ്ടായിരുന്നു ധാരാളം. സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഒക്കെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പണ്ടേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്യുന്നത്. പിന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ മനോരമയുടെ ഒക്കെ ഈ ബാലജനസഖ്യം ഒക്കെ അതിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾ കേരള എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷ് പോയട്രിയില്. ഏതാ ആദ്യം എഴുതിയ കവിത? എന്താ സബ്ജക്ട് ഓർമ്മയുണ്ടോ? ആദ്യം എഴുതിയതാണോ എന്ന് അറിയില്ല. പക്ഷെ ഞാന് ബിയോണ്ട് ദ സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റ് വാസ് എ പ്രിറ്റി ലോങ് പോയം. അത് ഒരു ഇപ്പൊ എനിക്ക് എടുത്ത് അത് വായിച്ചു നോക്കുന്ന സമയത്ത് ചില സമയത്ത് തോന്നാറുണ്ട് അതിന് കുറച്ചൊരു സ്പിരിച്വൽ അണ്ടർപിന്നിങ് അതിനുണ്ടോ എന്നുള്ള. വളരെ ചെറുതാവുമ്പം എഴുതിയതാണ്. അറിയാണ്ട് ഇങ്ങനെയോ? വരികൾ ഓർമ്മയുണ്ടോ? അവസാനത്തെ വരി ഞാനൊരു പശ്ചാത്തലം പറഞ്ഞത്. ഷീസ് ലുക്കിംഗ് ബിയോണ്ട് ദ സ്റ്റാർസ്. ഒരു നായികയുണ്ട്. ആൻഡ് ഷീസ് ലുക്കിംഗ് ബിയോണ്ട്. കുറെ നേച്ചറിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ലോട്ട് ഐ തിങ്ക് ഇൻഫ്ലുവൻസ് ബൈ റൊമാൻറ്റിക് പോയട്രി. വേർഡ്സ്വർത്തും ഷെല്ലിന്റെ ഒക്കെ ഒരു നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാലത്ത്. അപ്പം ഷീ ഈസ് ലുക്കിംഗ് ബിയോണ്ട് ദ സ്റ്റാർസ് ആൻഡ് ഷീ സെർച്ചിങ് ഫോർ സംതിങ്. ആൻഡ് ദ ലാസ്റ്റ് ലൈൻ ഇസ് വാട്ട് ഈസ് ലൈഫ് വിതൗട്ട് ലവ്. അതാണ് അവസാനത്തെ വരി. അപ്പൊ അത് എങ്ങനെ കുറേയുള്ള ഡിസ്ക്രിപ്ഷൻസും ഇവരുടെ കണ്ണിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കണ്ണുനീര് എങ്ങനെയാണ് വിതൗട്ട് ഹെർ പെർമിഷൻ ഹൗ ദ ടിയേഴ്സ് ലീവ് ഹെർ, അങ്ങനെയുള്ള വരികളുള്ള ഒരു പോയമാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇന്നും ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്ന ഇപ്പോഴും ആ സമയത്ത് എഴുതിയ കൈയക്ഷരത്തിലുള്ള ആ കോപ്പി എന്റെ കയ്യിലുണ്ട്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങള് ഇവിടെ ഇരിക്കണ്ടോ? എന്റെ അടുത്ത് സോഫ്റ്റ് കോപ്പി ഉണ്ട് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇന്റർവ്യൂവിന്റെ ലാസ്റ്റ് അതെടുത്ത് കാണാം. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ എഴുതിയത് കാരണമാവാം. ഏത് ഏജിൽ? ഒരു നോട്ട്ബുക്കില് എനിക്ക് തോന്നുന്നു ഒരു 11 വയസ്സിലെട്ടാണ് തോന്നുന്നു, 11 12 ആയിട്ടാണ് അത് എഴുതിയത്. എഴുതിയത് ഇന്നും സൂക്ഷിച്ചു ഇന്നുണ്ട്, എന്റെ കയ്യിലുണ്ട്, അതുണ്ട്. അപ്പൊ അതൊരു പെട്ടെന്ന് ചോദിച്ചപ്പോഴേ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇത് ഒരു പ്രിയപ്പെട്ട കവിതയാണ്. കവിതകളെല്ലാം തന്നെ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്? ഇംഗ്ലീഷിലാണ് കൂടുതൽ എഴുതാറ്. കുറച്ചൊക്കെ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. മലയാളമാണ് ട്രൈ ചെയ്തിട്ടില്ലാത്തത്? മലയാളം കവിതയായിട്ട് എഴുതിയിട്ടില്ല. ബാക്കി കുറച്ചിങ്ങനെ ലേഖനങ്ങളൊക്കെ എഴുതാറുണ്ട് മലയാളത്തില്. അത് അപ്പൊ എഴുത്ത് ഉണ്ട്, ഒരു ഭാഗമാണ് എഴുത്ത്. ഓക്കെ, അപ്പൊ മൾട്ടി ടാലന്റഡ് ആണ് ആള്. ഞങ്ങള് വിചാരിച്ചു പോയി ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണമാക്കില്ല. അങ്ങനെ ഞാൻ മാനേജ് ചെയ്യുന്നത് പോലെ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. റിയലി ബ്ലെസ്ഡ്. ഭയങ്കര അധികം ടച്ച് വുഡ്, ഭയങ്കര അധികം മൾട്ടി ടാലന്റഡ് ആണ് എല്ലാ അർത്ഥത്തിലും. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ.
ഹിന്ദി കവിത അതും പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇംഗ്ലീഷ് മാത്രമാണ് വന്നിരിക്കുന്നത്. അതെ. ഓക്കെ. അത് ആസ് എ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല, ബട്ട് മേ ബി ഐ വിൽ ഡു വെരി വെരി സൂൺ. ഐ മൈറ്റ് പബ്ലിഷ് സംതിങ്. ആണോ? എന്തെങ്കിലും കഥ എഴുതുക അങ്ങനെ ഒരു അതുണ്ട്, അത് ഇൻ ദ വർക്ക്സ് ആണ്. എപ്പോ ആവും എങ്ങനെയാവും എന്നൊന്നുള്ള അറിയില്ല, ബട്ട് തിങ്സ് ആർ ദേർ ഇൻ ദ വർക്ക്സ്. കുറെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. ഓക്കെ. ഈ കുട്ടി ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല, സ്റ്റിൽ യങ് ബാച്ചിലർ എന്നാണ് എഴുതിയേക്കുന്നത്. സ്പിൻസ്റ്റർ ആയിട്ട് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നു, എന്തുകൊണ്ട് എന്നുള്ളതാണ് അടുത്ത ഇത്. കല്യാണം കഴിച്ചിട്ടില്ല. ഓക്കെ. അത് ഒത്തു വന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ അങ്ങനെ കല്യാണം കഴിക്കാതെ ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഇതിനോട് വേണ്ടെന്നുള്ളൊരു ഇതാ അങ്ങനെ അങ്ങനെയല്ല. അത് ഈ you have to find the right person അല്ലേ. sometimes it's not about the right time, it's about the right person. അതൊക്കെ പിന്നെ നമ്മുടെ എല്ലാം ഒരു സമയമാണല്ലോ. അതെ. അങ്ങനെ ആ ഒരു കാര്യത്തിൽ നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. ഇറ്റ്സ് ഓക്കെ. ഐ ഡോണ്ട് ഫീൽ ഐ നീഡ് സംബഡി ടു കംപ്ലീറ്റ് മീ. ദാറ്റ് ഇസ് ആ ഒരു ഇപ്പം എന്തെങ്കിലും ഒരു വോയിഡ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്ങോ അങ്ങനെയൊന്നും അതില്ല. ബട്ട് ഇഫ് ദേഴ്സ് ഒരു വാല്യൂ എഡിഷൻ നമ്മളുടെ ലൈഫിലുള്ള ഒരു ദറ്റ് സംതിങ് എൽസ് ഇസ് ബീങ് ആഡഡ് ടു യുവർ ലൈഫ് എന്നുള്ള ഇഫ് ഇറ്റ്സ് ക്രിയേറ്റിംഗ് മോർ മീനിങ്, then it's ഒരു വെൽക്കമിങ് ആണ് നമ്മൾ. ഓക്കേ. മലയാളി പെണ്ണെ ഒരു ഹായ് തരാമോ? ഇതെന്താന്നറിയോ, ഇത് ഏതോ ഒന്നിന് ഞാൻ എപ്പോഴോ ആരോ ഒരു ഹായ് ചോദിച്ചു, ഏതോ ഒരു റീലിന്റെ താഴെ. ആ ഹായ് ഞാൻ കൊടുത്തു. അതിന്റെ ശേഷം പിന്നെ എനിക്ക് കുറെ DM വരാറുണ്ട്, ഇങ്ങനെ കുറെ കമന്റ്, ചേച്ചി ഒരു ഹായ് തരാമോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അന്ന് ഭയങ്കര ഒരു ട്രെൻഡിങ് കമന്റ് ആയിരുന്നു. ഏതോ ഒരു റീൽ, എനിക്ക് ഏതാണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആണോ? ചേച്ചി ഒരു ഹായ് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ ഹായ് കൊടുത്തിരുന്നു. എന്നത് നമ്മുടെ ഈ ക്യാമറ നോക്കിയിട്ട് എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് ഒരു ഹായ് പറയൂ. എല്ലാവർക്കും ഹായ്. ഓക്കെ. അടുത്ത കമന്റിൽ എന്ന് വെച്ചാല് അഖിലിനെ കാണാനായിട്ട് യാമി ഗൗതം, അനിക സുരേന്ദ്രൻ ആൻഡ് രേവതി ഇവരെ 3 പേരെയും പോലെയൊക്കെയാണ് ചായ ഉണ്ട് എന്ന് പറയുന്നു. കേട്ടിട്ടുണ്ടോ? എനിക്കിപ്പോ സംസാരിക്കുമ്പോ ഐ ഫീൽ ലൈക്ക് യാമിയുടെ ചായ ഒരുപാട് എനിക്ക് തോന്നുന്നു റീൽസിന്റെ ഒക്കെ താഴെ ഞാൻ ഒരുപാട് ആ കമന്റ് കാണാറുണ്ട്. യാമി ഗൗതമിന്റെ ഒരു കാര്യം ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, ബാക്കി ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഓക്കെ. ഈ അനിക്കയുടെ ചായ ഉണ്ട്, ഓരോരുത്തരുടെയും കണ്ണിൽ കാണുന്നോണ്ടായിരിക്കും ചിലർക്ക് അങ്ങനെ അനിക്കയുടെ ഒരു ചായ തോന്നുന്നു, ഓരോരുത്തർക്ക് തോന്നുന്ന പോലെ അല്ലേ. രേവതി ചേച്ചിയുടെ ചായ തോന്നണൂന്നുണ്ട് അങ്ങനെ. ഓക്കെ. മേഘ്ന രാജിനെ അറിയില്ലേ അഖിലേക്ക്? ട്രിവാൻഡ്രം ലോഡ്ജിലൊക്കെയുള്ള ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, അതിനകത്ത് മേഘ്നയുടെ ഒരു ചായ എങ്ങനെയോ അതുപോലെ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്. മേഘ്നയെ കാണുമ്പോഴും അഖിലിനെ കാണുമ്പോഴും ഒരുപോലെയുണ്ട്. അപ്പം അന്ന് അങ്ങനെ ഒരു സമയത്ത് ഒരു ന്യൂസ് പറയുന്നുണ്ടായിരുന്നു, ഒരു ഫേക്ക് ന്യൂസ് ആക്കി എന്തോ ആണ് അന്ന് ഇങ്ങനെ പറഞ്ഞാല് അഖിലിനെ കാണാനും മേഘ്നയെ കാണാനും ഒരുപോലെ ഉള്ളത് കൊണ്ട് അഖിലേക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മിസ് ചെയ്തു. കാരണം അഖിലയാണെന്ന് വിചാരിച്ചിട്ട് മേഘ്നയ്ക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെയൊക്കെ അന്ന് അത് ഫേക്ക് ന്യൂസ് ആണോ ഒന്നും അറിയില്ല, എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് കേൾക്കാതെ. ആണോ? ഓക്കെ. അഖിലയുടെ ചായ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അഖിലേക്ക് മേഘ്നയുടെ ചായ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ അതങ്ങനെ കൂടുതൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറില്ല, ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ അത്ര ചിന്തിക്കാറില്ല. ഇല്ല. ഓക്കെ. അത് പറഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് നോക്കിയപ്പോ ശരിയാണ്, യാമിയുടെ ഉണ്ട്, അഖിലയുടെയും അല്ല മേഘ്നയുടെയും ഒരു ചായ ഇങ്ങനെ തോന്നണു. നമ്മൾ ഒരേപോലെ തന്നെയുള്ള 7 പേരുണ്ടെന്നല്ലേ പറയണേ, പിന്നെയാ ഇതൊക്കെ. ഓക്കെ. ഇനി അടുത്തത്, ഇത്രയും നട്ടലുള്ള സ്ത്രീകൾ ബിഗ് ബോസിൽ വരണം. ഒരു ബിഗ് നോ ആയിരിക്കും അല്ലെ. ലൈഫിൽ ഇതുവരെ ബിഗ് നോ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, അത് ഇതിനോടായിരിക്കും. താല്പര്യമില്ല ഇത്തരത്തിലുള്ള ഷോസിനോടൊന്നും? ഇല്ല. കാണാറുണ്ടോ? ഇല്ല, കണ്ടിട്ടും ഇല്ല. കാണാറില്ല. കുറച്ച് ഹിന്ദി വേർഷനിലുള്ളത് ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടു പോവല്ലോ, അല്ലാതെ സ്ഥിരമായിട്ട് അത് കാണാറൊന്നുമില്ല. ഇത്തരത്തിലുള്ള അങ്ങനത്തെ ഒരു ഷോയും അങ്ങനത്തെ ഒരു ഇതിനോടും താല്പര്യവും ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ. അടുത്ത കമന്റ്, പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ദിലീപേട്ടനോടൊപ്പം അഖില വന്നിരുന്നെങ്കിൽ കൂടുതൽ നന്നായേനെ. ആ മൂവി കണ്ടോ? ഇല്ല. ലാസ്റ്റ് ഏതാ മൂവി കണ്ടേ മലയാളത്തിലോ? മലയാളത്തില് കുറെ കാലായി കണ്ടിട്ട്. ഞാൻ പറഞ്ഞല്ലോ, കുറെ ഒരു ആ ഒരു കട്ട് ഓഫ് വന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് വ്യൂയിങ് ഓൾസോ വന്നിട്ടുണ്ട്. അപ്പം
ഒരുപാട് കാലമായി ഒരുപാട് കാലം മലയാളം മൂവികള് പിന്നെ പിന്നെ അത് നമ്മളൊരു സ്വഭാവമായി മാറുമല്ലോ. നമ്മൾ കുറെ കാലം ഒരു കാര്യം കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു സ്വഭാവമായി മാറും. കുറെ കാലമായി മൂവീസ് കണ്ടിട്ട് കുറെ കാലമായി മലയാളം മൂവീസ്. കാരണം ദിലീപേട്ടന്റെ ഇപ്പം ഹിറ്റായ ലാസ്റ്റ് റിലീസ് ചെയ്ത മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. അത് ഈ പറയണ പോലെ കാര്യസ്ഥൻ പോലത്തെ ഒരു ഫാമിലി ആ ഒരു ഫീൽ ഉള്ള ഒരു മൂവിയാണ്. അപ്പൊ അതാണ് പെട്ടെന്ന് എല്ലാവർക്കും കാര്യസ്ഥനായിട്ട് കണ്ട പലരും റിലേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും അവിടെ അവർ അഖിലേനെ അവിടെ മിസ് ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാലേട്ടന്റെ പരിപാടിയിൽ അഖില, ലാലേട്ടന്റെ സിനിമയിൽ അഖില ഇനി വരുവാണോ? അത് ലാലേട്ടന്റെ കൂടെ അത് സോഷ്യൽ മീഡിയയിൽ കുറേ ഇന്ന് അതങ്ങനെ കണ്ടിരുന്നു. ഒരു ഷോയിൽ എന്തോ വന്നിരുന്നല്ലോ അന്ന്. അതിൽ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ എല്ലാവരും അന്ന് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഫുൾ അയ്യോ അഖില 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 ഇതേ വന്നു, അപ്പൊ ഇനി വീണ്ടും ലാലേട്ടന്റെ അടുത്ത സിനിമയിലേക്ക് വരുവാണോ, അതാണോ അഖില പരിപാടിയിൽ വന്നത്? ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അഖിലേനെ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ. ആ ഒരു സന്തോഷത്തിന്റെ പുറത്ത് ചോദിക്കുന്നതാണ്, എന്തായിരുന്നു ആ ഒരു ഷോയിൽ വന്നത്? അത് ഒരു ശിവരാത്രിക്ക് നടന്ന വേവ്സ് ഓഫ് ബ്ലിസ് എന്ന് പറയുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പം അതില് ആ ഷോയില് ഞാൻ സൗന്ദര്യ ലഹരിയെ കുറിച്ചുള്ള ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. സൗന്ദര്യ ലഹരി ആൻഡ് ആദിശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ അതിനെക്കുറിച്ച് സൗന്ദര്യ ലഹരി ആൻഡ് യൂത്ത് എന്ന് പറയുന്ന ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ അന്ന് എറണാകുളത്ത് വേവ്സ് ഓഫ് ബ്ലിസ് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിനുണ്ടായിരുന്നു. അപ്പൊ അന്ന് ആ പ്രോഗ്രാമിന് ലാലേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അങ്ങനെയാണ് ഇത് ആ ഒരു റീലാണ് തോന്നുന്നു, അതായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അതെ, അന്ന് അത് കുറച്ച് ട്രെൻഡിങ് ആയി തോന്നുന്നു. അതെ, ഭയങ്കരധികം ട്രെൻഡിങ് ആയിരുന്നു. ഞാൻ എല്ലാവർക്കും അപ്പൊ വളരെ പെട്ടെന്ന് അങ്ങ് എല്ലാവരും ഞെട്ടി അഖിലിനെ കണ്ടപ്പോൾ. അപ്പൊ ആ ഒരു സന്തോഷത്തിന് പുറത്ത് എല്ലാവരും വളരെ ക്യൂരിയസ് ആയിരുന്നു, അഖില വീണ്ടും അതൊരു സിനിമയുടെ ഭാഗമായിരുന്നില്ല, ആവുകയാണെങ്കിൽ സന്തോഷം. പക്ഷെ ഇത് അതായിരുന്നു ആ ഷോന് വന്ന സമയത്ത് വന്ന ഒരു റീലാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ വായിച്ചത് ഇതെല്ലാം കമന്റ്സിൽ നമ്മൾ കണ്ട ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. ഇതൊന്നും കൂടാതെ, ഇതൊക്കെ ആൾക്കാരുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും കമന്റ്സ് ഒക്കെ അല്ലേ, ഇതൊന്നും കൂടാതെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പം ഓൺലൈൻ ചാനൽസ് ഓരോന്നും പറഞ്ഞിട്ടിടാറുണ്ട്. അഖില ശശിധരൻ ഇതെവിടെ പോയി, അഖില ശശിധരൻ ഇത് എന്ത് പറ്റി, ഇതേ അഖില ശശിധരൻ ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അഖില ശശിധരൻ അറിഞ്ഞത് സംഭവിച്ചത് അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. അതൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഞെട്ടിയോ? അത് കണ്ട് ഞാൻ ഞെട്ടി. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ചിരിയാണോ, എങ്ങനെയാ ഇത്? ഇങ്ങനത്തെ എത്തരത്തിലുള്ള കമന്റ്സ് വരുമ്പോ നമ്മളെന്താ ഞെട്ടി. അപ്പൊ ഞാൻ ഒന്ന് വിചാരിക്കാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ വിചാരിക്കാം, അതിപ്പോ എന്ത് പറയാനാ. അതെനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ വന്ന കുറെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് പിന്നെ ഒരു ചാനലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മൾട്ടിപ്പിൾ ചാനൽസിൽ അതേ വാർത്ത വരും. പിന്നെ ഈ ക്ലിക്ക് ബേറ്റ് ഉണ്ടാവല്ലോ, നിങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ ആ ഏരിയയായിട്ട് ബന്ധമേ ഇല്ലല്ലോ. നമ്മുടെ മൈൽ സ്റ്റോണിലൊന്നും വന്നിട്ടില്ല. മൈൽ സ്റ്റോൺ അല്ല, ജനറലി ഞാൻ പറയാം ഈ ക്യാപ്ഷൻ ഇടുന്നത്, ഈ ആ ഒരു ക്ലിക്ക് ബേറ്റ് ആയിട്ട് ഇടുന്നതൊക്കെ അങ്ങനെയൊക്കെ വരുന്ന കാര്യമാണ്. ചിലപ്പം ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അറിയോ എവിടെയാണെന്നാണ് ചോദിക്കുക. പിന്നെ കമന്റിന്റെ താഴെ നിനക്കറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വീഡിയോ ഇട്ടത്, അങ്ങനെയും പറയുന്നുണ്ടല്ലേ. പിന്നെ വേറെ കുറെ പറഞ്ഞെന്ന് വെച്ചാല് അഖില വിദേശത്താണ്, അതുകൊണ്ടാണ് അഖില സിനിമയിൽ ഒന്നും അഭിനയിക്കാനായിട്ട് ഇങ്ങോട്ട് വരാത്തത്, ഏതോ വിദേശ രാജ്യത്താണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ എത്ര ക്ലാരിഫൈ ചെയ്താലും പിന്നെയും പലരും വന്ന് ചോദിക്കുന്നതും അല്ലെങ്കിൽ എഴുതിയിടുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണ് തോന്നുന്നു. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് റീസെന്റ് ഒന്ന് ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞിട്ടും പിന്നെ അല്ല ഇപ്പം ഇയാള് ഇന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ ബാംഗ്ലൂരാണ്, അല്ലെങ്കിൽ ദുബായിലാണ് എന്ന് പറഞ്ഞ് എഴുതുന്ന കമന്റ്സും ഒക്കെ ഉണ്ടാവും. പിന്നെ അതിന്റെ താഴെ പിന്നെ അതൊരു വേറെ ഡിസ്കഷൻ ആയി മാറും. അപ്പൊ ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ലല്ലോ. അത് പിന്നെ ചിലര് കൗതുകത്തിന് ചെയ്യുന്നതായിരിക്കും, ചിലര് വെറുതെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതും ആവാം, അല്ലെങ്കിൽ ജെനുവിൻലി അറിയാതെയും ചോദിക്കുന്നതും ആവാം. അപ്പം അത് വിവിധ തരത്തിലുള്ള കമന്റ്സും ഒക്കെ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ യു കാൻ റിയാക്ട് മച്ച്. എല്ലാത്തിനും നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എന്നാലും ഇത്തരത്തിലുള്ള ഓരോ ചോദ്യങ്ങളും കമന്റ്സും ഒക്കെ കാണുമ്പോൾ അഖില ഞെട്ടുവാറുണ്ട്, ചിരിക്കാറുണ്ട് എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് പറയാറ് ആരോടാ? വീട്ടിലെ അമ്മയുടെ അടുത്താണോ അതോ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെയാണോ? ഞാനായിരിക്കില്ല കൂടുതലും ഇത് കണ്ടിട്ടുണ്ടാവുക. ആരെങ്കിലും എന്റെ അടുത്ത് പറയായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എന്നുള്ള, അങ്ങനെയായിരിക്കും ഞാൻ കണ്ടിട്ടുണ്ടാവുക ഈ കാര്യങ്ങള്. അപ്പം അതിനോടൊന്നും അങ്ങനെ വല്ല, ഇപ്പൊ വീട്ടുകാർക്കാണെങ്കിലും ഒക്കെ they're all used to it, so it's ഒരു ബോധേടല്ല. പിന്നെ ആരും അങ്ങനെ ഒരു മോശമായിട്ടോ ഒന്നും ഉള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. ജസ്റ്റ് ഒരു അന്വേഷണം, അത് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അന്വേഷിക്കുന്നത് അല്ലേ. അപ്പൊ അത് ഒരു വലിയ കാര്യം തന്നെയാണ് ഇൻ വാട്ട് എവർ മാനർ. പക്ഷെ അത് എവിടെയെന്നുള്ളത് അന്വേഷിക്കാതിരിക്കുമ്പോഴാണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുക.
അഖിലേനെ എല്ലാവർക്കും ഭയങ്കര അധികം ഇഷ്ടമാണ്. മലയാളി പെണ്ണല്ലേ അഖില. അഖിലയോടുള്ള ആ ഒരു ഇഷ്ടവും ഇതൊക്കെ ഭയങ്കര ഇത് തന്നെയാണ്. ഇതിനിടയിൽ വന്ന ഒരു ന്യൂസാണ് അഖിലേക്ക് പ്രളയത്തിൽ എന്തോ പറ്റി എന്നുള്ളതൊക്കെ. അത് ഒറിജിനൽ ന്യൂസ് ആയിരുന്നോ? ഞാൻ കേട്ടിട്ടേ ഇല്ല കേട്ടോ അത്. ആണോ? ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, പ്രളയത്തിൽ അഖിലേക്ക് എന്തോ പറ്റി എന്നും പറഞ്ഞിട്ടുള്ളൊരു ന്യൂസും. അതും കേട്ടിരുന്നു? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് ആ ഫ്ലഡിൽ നിങ്ങൾ ഇവിടെ ഇല്ല ഇല്ല ഇല്ല, കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല? ഒന്നും ഉണ്ടായിട്ടില്ല. ഓ, എന്നാ അത് എന്തോ എന്തോ ഫേക്കിൽ അതെന്തോ വന്നു പോയ എന്നാണ്. ഇതൊക്കെ എവിടെയാ വരുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതിങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ കൊറേ ആ എന്തൊക്കെയോ ഉണ്ടല്ലോ, നമ്മൾ അറിഞ്ഞും അറിയാതൊക്കെ ആയിട്ട് എന്തൊക്കെ കമന്റ്സ് ഓരോന്നും വന്നു പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫ്ലഡിലൊന്നും പെട്ടോ? ഇല്ല. വീടിന് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, ഒന്നും പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങോട്ട് പ്രളയം ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, ഈ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു. വെള്ളമൊന്നും കേറിയിട്ടില്ല? ഇല്ല, ഇത് കുറച്ചും കൂടെ ഉയർന്ന പ്രദേശമാണല്ലോ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആ സമയത്ത് ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഇറ്റ് വാസ് എ വെരി ഡെവസ്റ്റേറ്റിംഗ് പീരിയഡ് ഫോർ ദ സ്റ്റേറ്റ്. അതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഈ ഒരു ഭാഗത്ത് ആയിട്ട് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ഓ, ഓക്കെ, ഭാഗ്യം. എന്തായാലും നമുക്ക് ഈ ഒരു കമന്റ്സ് ഇതെല്ലാം ഇവിടെ കഴിഞ്ഞു, അതവിടെ ഇരിക്കട്ടെ. അഖില വളരെയധികം വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അല്ലേ? നമുക്ക് അതിനെക്കുറിച്ചും കൂടെ സംസാരിക്കാം. ഇപ്പം സ്പിരിച്വലായിട്ട് ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ അഖില കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കുറേ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെയൊക്കെയുള്ള ഒരു യാത്ര, അതൊന്ന് പറയൂ. സ്പിരിച്വൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു കലാകാരി എന്ന രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള ഏത് കലാരൂപങ്ങളും നമ്മൾ പഠിക്കുന്ന സമയത്തും യു വിൽ ഓൾസോ നോ ദാറ്റ് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു സൈഡ് അതിന്റെ കൂടെ തന്നെ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ഒരു കാര്യം ആണ് അല്ലെ. അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഭാരതീയമായിട്ടുള്ള ഏത് ശാസ്ത്രീയ നൃത്തരൂപമാണെങ്കിലും ഏത് കലാരൂപമാണെങ്കിലും അത് നടക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അപ്പം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 4 വയസ്സിൽ ഞാൻ തുടങ്ങിയതാണ് എൻ്റെ ഭരതനാട്യം. അതെ, അഭ്യാസം. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ നാച്ചുറൽ ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ വായന ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു വായനയിലൂടെ പിന്നെ സംസർഗം ഇതെല്ലാം അതിനുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം. അപ്പം തികച്ചും ഒരു സ്പിരിച്വൽ പാത്തിലേക്കുള്ള ഒരു കാര്യം എടുത്തോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതും വളരെ യാദൃശികമായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കൂടുതലും പ്രഭാഷണങ്ങളുടെ കാര്യം പറഞ്ഞു. നേരത്തെയും ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു പൊളിറ്റിക്കൽ വിഷയങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോ എല്ലാം ആണ് സംസാരിക്കാറുള്ളത്. കൂടെ ആധ്യാത്മികമായിട്ടുള്ള ഒരു പാരലൽ ഡ്രോ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാറുണ്ട്. അപ്പം അതാണ് തോന്നുന്നു പലപ്പോഴും അതിന് വ്യക്തികൾ അതിനെ ആധ്യാത്മിക പ്രഭാഷണം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷെ തികച്ചും അതാണ് എന്നുള്ളത് അങ്ങനെയൊന്നും ഉള്ള ഒരു അവകാശവാദങ്ങളും എനിക്കില്ല. ബട്ട് ദാറ്റ് എക്സ്പ്ലോറേഷൻ ഹാസ് സ്റ്റാർട്ടഡ് ഐ തിങ്ക് അറ്റ് എ വെരി early age through art forms, through books and things like that. ഇതെല്ലാം തമ്മിൽ വെൽ കണക്റ്റഡ് ആണ്. നമ്മൾ ഏതൊരു ആർട്ട് ഫോംസ് എടുത്തു കഴിഞ്ഞാലും അതിനകത്തെല്ലാം നമ്മൾ ഇതെല്ലാം പറഞ്ഞു പോകും. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് വേദിയിൽ, അമ്പലങ്ങളിലൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പബ്ലിക് വേദിയിൽ നമ്മൾ പോയി പ്രഭാഷണം ചെയ്യുക, കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ കേട്ട് കളഞ്ഞ പോലെ നമ്മൾ കുറേയും കൂടി അതിനെ ഡീപ്പായിട്ട് പഠിക്കണം അല്ലേ? അധ്യയനം വേണം. അതെ, അങ്ങനെ ഒരു പഠിപ്പ് അല്ലെങ്കിൽ ഇത് നമ്മൾ വിശ്വാസം ഇത്രയും മുറുക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുകയാണ്, സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പൊ അങ്ങനത്തെ ഒരു പഠനം അതെങ്ങനെയാണ്? ബുക്സ് വായിക്കുക ഇത് എന്നൊക്കെ പറഞ്ഞ പഠനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളുമാണ് അല്ലെ, നമ്മളുടെ സാധനയും ഇതും എല്ലാം തന്നെ. അപ്പം certain things in life I think are best kept clandestine, അതുണ്ട്. പിന്നെ പുറത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതും പഠിച്ചതും അതല്ലെങ്കിൽ നമ്മളുടെ ജീവിതചര്യയുടെ ഒരു ഭാഗവും കൂടെ ആയിട്ടുള്ള നമ്മളൊരു അവിഭാജ്യ ഘടകമായിട്ട് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അത് തികച്ചും തിയറിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ വളരെ ശുദ്ധമായിട്ട് ആധ്യാത്മികമായിട്ടുള്ള പ്രഭാഷണങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഐ എം നോട്ട് ക്ലെയിമിങ് ഇറ്റ് ടു ബി എനിത്തിങ് ലൈക്ക് ദാറ്റ്. ബട്ട് ഇസ് ദർ എ ടിഞ്ച് ഓഫ് ഇറ്റ്? യെസ്. ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം മുറുകെ പിടിക്കുന്ന ഒരാളുടെ അടുത്ത് ഇപ്പം ഞാനും ഭയങ്കര ഒരു വിശ്വാസിയാണ്. അപ്പം നമുക്ക് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ആ വിശ്വസിക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പല ഇൻസിഡൻസിൽ നമുക്ക് തോന്നും നമ്മൾ ദൈവത്തിനെ കണ്ടു, അല്ലെ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യാം. അതൊരു പക്ഷെ പറയുമ്പം മറ്റുള്ളവർക്ക് അത് എത്രത്തോളം അതിൻ്റെ ഇത് മനസ്സിലാവണമെന്നില്ല. അഖിലയ്ക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ എപ്പോഴെങ്കിലും ദൈവത്തിനെ കണ്ട പോലെയോ അല്ലെങ്കിൽ ആ ഒരു പവർ, ആ ഒരു പ്രസൻസ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ?
എനിക്ക് തോന്നുന്നു നമ്മളുടെ ആദ്യത്തെ കോൺവെർസേഷൻ അതാണല്ലേ, വി സ്ട്രക്ക് വൈബ് എന്ന് നമ്മൾ ആദ്യം ഇവിടെ വന്നപ്പോഴും അമ്മയായിട്ടൊക്കെ സംസാരിച്ചത് ഇവിടെ ഏത് അമ്പലങ്ങളുണ്ട്, നമ്മളെ എല്ലാ അമ്പലങ്ങളെ കുറിച്ച്, ക്ഷേത്രങ്ങളെ കുറിച്ചാണ് തോന്നുന്നു സംസാരിച്ചത്. അങ്ങനെയാണ് തോന്നുന്നു അതാ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ കോൺവെർസേഷൻ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഫിസിക്സിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ മോഡേൺ ഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സിന്റെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോഴും അതിന്റെ പാരലൽസ് നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ കണ്ടെത്തുമ്പോഴും എനിക്ക് അത് ഒരുപാട് കാര്യങ്ങൾ, ഈസ്റ്റേൺ മിസ്റ്റിസിസം എന്ന് പറയുന്നത് ഇവിടെയുള്ള കാര്യങ്ങൾ ഒരുപാട് പാരലൽസ് കാണാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. അപ്പം ഫിസിക്സിലുള്ള എൻ്റെ ഇൻട്രസ്റ്റ് അതും കൂടിയാണ്. അത് ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ, അത് പഠിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിലെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എനിക്ക്. ഇനി ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്, ഇതൊക്കെ വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനോ, അതല്ലെങ്കിൽ there's a very ടൗല് ഒരു ഇത് പറയും, ദ ടൗ ദാറ്റ് കെൻ ബി സ്പോക്കൺ ഓഫ് ഇസ് നോട്ട് ദി ഇറ്റേണൽ ടൗ എന്നുള്ളത്. അതില് വളരെ, ഞാൻ റീസെന്റ് ഒരു ഡിസ്കഷൻ ചെയ്യുകയായിരുന്നു. അപ്പൊ അതിൽ നമ്മളെ കേണോപനിഷത്തിലും ഇതേപോലെ തന്നെ, അതായത് വാക്കിലൂടെ റിവീൽ ചെയ്യപ്പെടാൻ സാധിക്കാത്തതും, എന്നാൽ വാക്ക് എന്ത് കാരണത്താലാണോ റിവീൽ ചെയ്യപ്പെടുന്നത് അതാണ് ബ്രഹ്മം. നമ്മൾ ഈ പറയുന്നതൊന്നുമല്ല എന്നുള്ളത്. അപ്പം ഇതൊരിക്കലും നമ്മൾക്ക് വാക്കുകൊണ്ട് പറയാൻ സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ആ ടാവോലും അത് തന്നെയാണ് പറഞ്ഞത്. ദ ടാവോ വിച്ച് ക്യാൻ ബി സ്പോക്കൺ ഓഫ് ഇസ് നോട്ട് ദി ഇറ്റേണൽ ടാവോ. അപ്പൊ നമ്മൾ വാക്കിൽ എത്ര പറയാൻ ശ്രമിച്ചാലും അത് എന്താണ് എന്നുള്ള ഒരു അനുഭൂതിയാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. ദാറ്റ് ക്യാൻ നെവർ ബി ആർട്ടിക്യുലേറ്റഡ്. ആൻഡ് ഐ തിങ്ക് അതിന്റെ ബ്യൂട്ടി അത് തന്നെ, അതിന്റെ സൗന്ദര്യം അവിടെ തന്നെയാണ് ഉള്ളത്. കാരണം അത് എങ്ങനെയോ നമ്മൾ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് കണ്ണുനീരായിട്ട് ചിലപ്പം വരും. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഒരു ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നത് പോലെ തോന്നും. പല കാര്യങ്ങളും നമ്മൾ പറയാനൊക്കെ ശ്രമിക്കും. ഇങ്ങനെയായിരുന്നു അറ്റ് ബെസ്റ്റ് മേ ബി വി ക്യാൻ റൈറ്റ് എ പോയം. കാവ്യാത്മകമായിട്ട് നമുക്ക് അതിനെ പറയാൻ സാധിക്കും. അവിടെയാണ് ഈ മിത്തോളജീന്റെയും ഒക്കെ ഉള്ള ഒരു സൗന്ദര്യം വരുന്നത്. കാരണം നമ്മൾക്ക് അൾട്ടിമേറ്റ് ട്രൂത്ത് നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ അത് മിത്തായിട്ട് പറയുന്നതാണ് ഏറ്റവും ഈസി. അത് സിംബോളിക് ആയിട്ട് പറയുന്നതാണ് ഏറ്റവും ഇഫക്റ്റീവ്. അല്ലേ? കാരണം നമ്മൾക്ക് വളരെ പ്ലെയിൻ ഫാക്റ്റ് ആയിട്ട് പറയുന്നതിനേക്കാളും സിംബോളിക് ആയിട്ട് പറയുമ്പം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗണപതിയുടെ രൂപം അതെന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ഒരു വളരെ സിംബോളിക് ആയിട്ടുള്ള, വളരെ എസോട്ടറിക് ആയിട്ടുള്ള സിംബിളിസം ഉണ്ട് ആ രൂപത്തില്, അല്ലെ? ആ രൂപത്തിൽ കൂടെ നമ്മളത് വിവരിക്കുന്നു. അത് മൂലാധാരത്ത് നിന്നുള്ള ആ ഒരു സഹസ്രാരത്തിലേക്ക് ഉള്ള ഒരു എൻലൈറ്റൻമെന്റ്. ഒരു ആനയുടെ തലയാണെങ്കിൽ എക്സോൾട്ടഡ് ഇന്റലിജൻസ്. അപ്പം ആ ഏറ്റവും താഴ്ന്ന ഭൂമിയിൽ തറപറ്റി നിൽക്കുന്ന ആ ടെൻഡൻസീസിൽ നിന്ന് എങ്ങനെയാണോ ഒരു എക്സോൾട്ടഡ് ഇന്റലിജൻസിലേക്ക് ഉണരുന്നത് അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സിംബോളിക് രൂപമാണ് അങ്ങനെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തലങ്ങൾ, ഇങ്ങനെയുള്ള വശങ്ങൾ, ഇങ്ങനെയുള്ള ഡയമെൻഷൻസ് ഇതെല്ലാം അതിനുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊന്നും വാക്കിൽ പറയാൻ സാധിക്കുന്ന കാര്യമല്ല. നമ്മൾ എത്ര പറഞ്ഞ് വർണ്ണിക്കാൻ നോക്കിക്കഴിഞ്ഞാലും അത് പൂർണ്ണമാവോ എന്നുള്ള കാര്യത്തില് അത് സംശയമാണ്. പക്ഷെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. നമ്മൾക്ക് ഏത് ഘട്ടത്തിലും അത് തോന്നും. നമ്മൾക്ക് യൂണിവേഴ്സ്, സംടൈംസ് വി ഫീൽ ദാറ്റ് ദ യൂണിവേഴ്സ് ഈസ് സ്പീക്കിംഗ് ടു യു. വെരി ട്രൂ അല്ലേ? അതൊക്കെ വിശ്വാസമുള്ളവർക്ക് മാത്രം തോന്നുന്ന ഒരു തോന്നലാണ്. വിശ്വാസമില്ലാത്തവർക്ക് ഇതൊക്കെ വെറും നിങ്ങളുടെ വെറും തോന്നലുകൾ എന്ന് അവർ ഒരുപക്ഷെ പറഞ്ഞേക്കാം. പക്ഷെ വിശ്വസിക്കുന്ന ആൾക്കാർ അതിലൂടെ കാണുന്ന ഒരു ഫീല് അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ ശരിക്കും അഖില പറയുമ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിലും എന്താണെന്നറിയോ, നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ലോജിക്ക് വെച്ചിട്ടാണ് ഈ പറയുന്നത് എന്നുള്ളത്. നമ്മളുടെ സെൻസസിന് മാത്രം അല്ലെ, നമ്മൾക്ക് ഇപ്പം അറിയുന്ന നമ്മളുടെ സെൻസസ് വെച്ചിട്ട് മാത്രം നമ്മൾ ഉണ്ടാക്കിയ ഒരു ചട്ടക്കൂടിന്റെ ലോജിക്കിൽ വെച്ചിട്ടാണോ നമ്മൾ ഇതിനെ തെറ്റാണ് ശരിയാണ് എന്നുള്ള വിലയിരുത്തൽ നടത്തുന്നത് എന്നുള്ളത് നമ്മളും കൂടെ ഒന്ന് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇന്നിപ്പം മൾട്ടിവേഴ്സിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട്, അല്ലെ? ടൈം ഇസ് എൻ ഇല്യൂഷൻ എന്ന് പറയുന്നുണ്ട്, അല്ലെ? ആൻഡ് ദിസ് ഇസ് ഓൾ സയൻസ്, ദിസ് ഇസ് മോഡേൺ ഫിസിക്സ്. വി ആർ എക്സ്പ്ലോറിംഗ് ഡിഫറെന്റ് ഡയമെൻഷൻസ്.
മറ്റ് പല ജീവികളും ഉണ്ട് നമ്മൾക്ക് കാണാൻ കഴിയാത്ത. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ തന്നെ നമ്മൾക്ക് കാണുന്നതല്ലാത്തതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വേറെ ജീവികളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതില്ല എന്നുള്ളതാണോ? നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചത് അത് സത്യമല്ലാതെ ആകുന്നില്ല അല്ലേ? അല്ലേ? അതാണ്. വെൽ സെഡ്. അപ്പോൾ ഈ അഖിലയുടെ പ്രഭാഷണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ചിലതൊക്കെ. അതൊക്കെ കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എത്ര ഭംഗിയായിട്ടാ അഖില അതിൻ്റെ ഒരു ഔട്ട് കൊടുക്കണത്. അത് പറയണ രീതി വളരെ ക്ലാരിറ്റിയോട് കൂടി, എന്നാൽ വളരെ ഷാർപ്പാണ്, വളരെ ക്ലിയർ ആണ്, ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എത്ര നന്നായിട്ടാണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കണത്. ഇതൊക്കെ ഞാൻ കുറേ നാളുകൾ എവിടെന്നെങ്കിലുമൊക്കെ പഠിച്ചോ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ? അതൊക്കെ വളരെ എന്താ പറയാ, നല്ല കഴിവ് വേണ്ടേ അങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്? താങ്ക് യു. യാ, ഓക്കെ. പിന്നെ അതുപോലെ വേറൊന്ന് ചോദിച്ചോട്ടെ ഇതിൻ്റെ കൂടെ. നമ്മൾ എനിക്കിത് കണ്ടപ്പോഴും ഒക്കെ തോന്നിയിട്ടുള്ള കാര്യമാണ്, ചിലർ പറയും എനിക്ക് ഇത്ര അധികം വിശ്വാസമുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇവർക്ക് നാളെ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവിടെ നമുക്ക് ചീത്തയായിട്ടുള്ള എന്തെങ്കിലും വരാൻ പോണു, അല്ലെങ്കിൽ നല്ലത് എന്തെങ്കിലും വരാൻ പോണു, അങ്ങനത്തെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു ഉൾവിളി, ഒരു ഇൻറ്റ്യൂഷൻ ചില ആൾക്കാർക്ക് പറയും. ഇങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. ചില ആൾക്കാർ അത് അങ്ങനെ തോന്നിയാൽ അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും. അഖിലയ്ക്ക് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് കുറച്ച് ഇൻറ്റ്യൂഷൻ ഹൈറ്റൻഡ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലെ? നമ്മളുടെ ഒരു ഇൻറ്റ്യൂഷനിലേക്ക് ഞാനിത് പലപ്പോഴും പറയാറുമുണ്ട്, ദാറ്റ് വി നീഡ് ടു ടാപ്പ് ഇൻ ടു ഓൾ ആ ഫെമിനൻ ക്വാളിറ്റീസ് എന്നുള്ളത്. നമ്മളെല്ലാവരും ഇന്നത്തെ ഒരു ലോകത്ത് ആരെയും കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. കാരണം സക്സസ് അതിൽ മാത്രം മെഷർ ചെയ്യപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൂടുതൽ മാസ്കുലിൻ ആവുക, കൂടുതൽ വെട്ടിപ്പിടിക്കുക, അല്ലെ, ഫസ്റ്റ് വരിക, അതല്ലെങ്കിൽ ആക്രമിക്കുക, അതിലാണ് ഇപ്പൊ പ്രകൃതിയിലും നമ്മൾ കണ്ടുവരുന്ന ഈ ചേഞ്ചസ് എല്ലാം ആ ഒരു ആറ്റിറ്റ്യൂഡ് കാരണമാണ്, അല്ലെ? കാരണം എല്ലാം ഡിസ്ട്രോയ് ചെയ്യാനും, കാരണം ഡിസ്ട്രോയ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് വേണ്ടിയിട്ട് ചിന്തിച്ചിട്ടായിരിക്കില്ല, ഡിസ്ട്രോയ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷെ നമ്മളുടെ ആക്ഷൻസ് എല്ലാം അതിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഫെമിനിൻ ക്വാളിറ്റീസ് എവിടേക്കോ നഷ്ടപ്പെടുന്നു. അതിൻ്റെ ഒരു വലിയൊരു ഹൈറ്റൻഡ് ഫെമിനിൻ ക്വാളിറ്റിയാണ് ആർ ഇൻറ്റ്യൂഷൻ. ഐ തിങ്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ? ഡോണ്ട് യു തിങ്ക്? യെസ്, അല്ലേ? എന്തായാലും ആ ഒരു എവിടെയോ വി ഡോണ്ട് നോ ദ ലോജിക്, നമ്മൾക്ക് കൃത്യമായിട്ട് ലോജിക്കലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല, ദാറ്റ് ബട്ട് വി നോ സംവെയർ, യുനോ, പെട്ടെന്ന് വൈബ് പിക്ക് ചെയ്യും, പെട്ടെന്നൊരു ഒരു കാര്യം ശരിയല്ലെങ്കിൽ അത് തോന്നും, അല്ല? ഇപ്പൊ വീട്ടിലുള്ള അമ്മമാരോടൊക്കെ തന്നെ അവസാനം വന്ന് ചോദിക്കുക, അമ്മേനെ ഇത് ചെയ്താലോ, ചെയ്യേണ്ട, അവിടുന്ന് കറക്റ്റ് ആ ഒരു ഉത്തരം കിട്ടും. നമുക്ക് ശരിക്കും അത് നമുക്ക് ആ ഒരു പോസിറ്റീവ് അതാണോ, ഇത് നമുക്കുള്ളതാണോ, നമുക്ക് വേണ്ടിയതാണോ, നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അത് ഏതെങ്കിലും ഒരു ദിവസം അത് പ്രൂവ് ചെയ്യപ്പെടുകയും ചെയ്യും. സത്യം. അത് നമുക്കതൊന്നും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനോ എന്ന വേറൊരാള് സെക്കൻഡ് പേഴ്സൺ വന്നിരിക്കുമ്പോ എങ്ങനെ ഇത് മനസ്സിലായിരുന്നു, അതിനൊന്നും നമുക്ക് ആൻസർ ഇല്ല, പക്ഷെ വി ക്യാൻ ഫീൽ ഇറ്റ്. അതെ, അല്ലേ? അതെ. ഓക്കെ. ഈ പറയുന്ന പോലെ ഈ ഇത്രയും വിശ്വാസമുള്ള ഒരു ആളെന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്, നമ്മുടെ ഇപ്പം വിശ്വാസത്തിലൊക്കെ നമ്മുടെ ഇതിൽ പറയുന്നതാണ് പശുവിനെ കഴിക്കരുത്, നമ്മുടെ മൃഗങ്ങളുടെ കാര്യത്തിലേക്കും കൂടെ വരാം. അങ്ങനത്തെ ഒരു മനുഷ്യന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് പശുവിനെ കഴിക്കരുത് എന്നാൽ പോത്തിനെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവിടെ തന്നെ മനുഷ്യന്റെ ആ ഒരു കാഴ്ചപ്പാട്, അതിനെക്കുറിച്ച് എന്താ അഖിലേക്ക് പറയാനുള്ളത്? കഴിക്കുന്ന കാര്യം എവ്രി വൺ ഹാസ് എ റൈറ്റ് ടു ചൂസ്, ദാറ്റ് ഇസ് ദെയർ. അത് ഒരു വശം അതിൻ്റെ. മറ്റേ ഇപ്പം എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഞാൻ മാറിയതാണ് വെജിറ്റേറിയൻ ആയിട്ട്. ഇപ്പം ഏകദേശം 17 വർഷമായിട്ട് ഞാൻ വെജിറ്റേറിയൻ ആണ്. അപ്പം നമ്മളുടെ ശാസ്ത്രങ്ങളിലും എല്ലാം പറഞ്ഞിട്ടുള്ളത്, ഇപ്പം ചാന്തോക്യ ഉപനിഷത്തിലാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ ഭക്ഷണം ശുദ്ധമാണെങ്കിൽ, നമ്മളുടെ ഭക്ഷണം ശരിയായ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് ശുദ്ധമാവും. മനസ്സ് ശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്റലക്ട് സ്റ്റഡി ആവും. ഈ ഇന്റലക്ട് സ്റ്റഡി ആവുന്ന സമയത്താണ് മറ്റ് ബന്ധനങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്ക് മോചനം ലഭിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഭഗവത്ഗീതയിലാണ് എന്നുണ്ടെങ്കിലും ഭക്ഷണത്തെക്കുറിച്ച്, മിതമായ ഭക്ഷണം, നല്ല ഉറക്കം, നമ്മളുടെ ഒരു സസ്റ്റൈനബിൾ ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് തോന്നുന്നു അത് എല്ലാവരും ഒരു നല്ല ഹാബിറ്റായിട്ട് നമ്മളുടെ ജീവിതത്തിലൊക്കെ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണത്. ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു ഫീൽ ഇസ് റൈറ്റ്, അല്ലെ? അതുണ്ട്. ഇപ്പൊ കൗവിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഐ തിങ്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ആർട്ടിക്കിൾ 48 ആണ് തോന്നുന്നു, കൗ സ്ലോട്ടറിനെതിരെയും
ഇപ്പം ഭാരതത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാണ്, കൗ എന്നുള്ളത് പറഞ്ഞത് കാരണം ഞാൻ എടുത്ത് പറയുകയാണത്. അത് ശരിക്കും എൻഫോഴ്സിബിൾ അല്ലാന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ്സിനോടൊക്കെ ഉള്ള ഒരു ഡിറക്ഷൻ ആയിട്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉണ്ട് കൗവിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യം. അപ്പം ആ കാര്യത്തിൽ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം നോക്കി നടക്കുന്ന, അത് മാത്രം ശരി എന്ന് പറയുന്ന ആളുകളും ഉണ്ടാവുമല്ലോ. അപ്പൊ ദാറ്റ് ഇസ് ദയർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ. ദോ നോട്ട് എൻഫോഴ്സിബിൾ ഓർ ഫണ്ടമെന്റൽ റൈറ്റ്, പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ അത് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ രാജ്യത്തുള്ള ഒരു മെജോറിറ്റി സെക്ഷനും വളരെ ഒരു ഡിവിനിറ്റി ആയിട്ട് കാണുന്ന, അതിന് പല വശങ്ങളും, അത് ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ ഉള്ളതിന് പല, ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലോർഡ് ഇൻ ഡീറ്റെയിൽ, ദാറ്റ് ഇസ് ദർ. പക്ഷെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആ ഒരു സെന്റിമെന്റ് ഉള്ള ഒരു കാര്യമാണല്ലോ അതില്. അപ്പം that is something I think we respect the sentiments of others also. ഓക്കെ. അപ്പൊ മനുഷ്യർക്ക് അതിനോടുള്ള ഒരു അനുഭാവം ഉണ്ടല്ലോ, അത് വേണം, അത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ? ഞാനൊരു വെജിറ്റേറിയൻ ആണ്. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്താ എന്ന് വെച്ചാൽ, നമ്മൾ എത്രയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കോംപ്ലെക്സിറ്റി കുറയ്ക്കുന്നുവോ അത്രയും നമ്മൾ അലേർട്ട് ആവും എന്നുള്ളതാണ്. ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ആൻഡ് ഞാൻ അതെന്റെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതായത് ഇപ്പം നമ്മൾക്ക് സർവൈവലിന് വേണ്ടിയിട്ടാണല്ലോ ഭക്ഷണം. പിന്നെ നമ്മളത് എന്റർടൈൻമെന്റ് ലെവൽസ്, എന്റർടൈൻമെന്റ് ഇൻ ദ സെൻസ് യു നോ ഫോർ ആർ സെൻസസ്, അതിലേക്ക് എടുക്കുന്നതിലാണ് ആ കോംപ്ലെക്സ് പ്രോട്ടീൻ വരുന്ന ഒരു കാര്യം. അപ്പം ഒരു ഇമോഷനും കൂടെ ഉള്ള ഒരു ജീവിനെ യുനോ കഴിക്കുന്ന സമയത്ത്, ആ ഒരു ജീവിനെ കൊല്ലുന്ന സമയത്തായാലും അല്ലെങ്കിൽ അതിന് ഇമോഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം നമ്മളും ഇൻജസ്റ്റ് ചെയ്യുകയാണ്. ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഇഫ് യു ആർ ഈറ്റിംഗ് ഇറ്റ്, സോ യു ആർ ഇൻജസ്റ്റിംഗ് ദാറ്റ് ഓൾസോ. അപ്പം ഈ ഒരു കാര്യത്തിന്റെ നമ്മളുടെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ ശ്രവിക്കുകയാണെങ്കിലും, നമ്മൾ നല്ല വാക്കുകൾ ശ്രവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ യു, അല്ലേ? അതെ, വാക്കുകളാണെങ്കിലും. നമ്മൾക്കൊരു ബ്യൂട്ടിഫുൾ ഇമേജറി കണ്ടു കഴിഞ്ഞാൽ, ഒരു മൗണ്ടൻസിൽ പോയാലോ അല്ലെങ്കിൽ ഒരുപാട് ഗ്രീനറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സുഖമല്ലേ? അല്ലെങ്കിൽ ഒന്ന് ബീച്ചിൽ പോയിട്ട് നല്ലൊരു കാറ്റൊക്കെ ഒന്ന് കൊണ്ട് ആ വെള്ളം കണ്ട്, അല്ലെ, പഞ്ചഭൂതങ്ങളായിട്ടൊക്കെ നമ്മളൊന്ന് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റി വരും. എന്തൊരു ആങ്സൈറ്റി ഉണ്ടെങ്കിലും ഒക്കെ തന്നെ നമ്മൾക്കൊരു ഇത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രകൃതിയിലുള്ള ഏത് കാര്യങ്ങളും നമ്മൾ വാക്കുകൾ ശ്രവിക്കുകയാണെങ്കിൽ, നമ്മൾ കാണുന്ന കാഴ്ചകളാണെങ്കിൽ, ഇതെല്ലാം നമ്മൾ ഇൻജസ്റ്റ് ചെയ്യാണ്. വി ആർ ടേക്കിംഗ് ഇറ്റ് ഇൻ ടു ourselves. So similarly the food. Very true. അല്ലേ? അപ്പം അത് നമ്മളുടെ ഒരു ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്ന സാത്വിക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇറ്റ് വിൽ ഡിറ്റർമിൻ ദ പേഴ്സൺ ദാറ്റ് യു ആർ. ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു 17 years ആയിട്ടാണ് അഖിലേന് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നതെന്ന് പറഞ്ഞു. സോ ബിഫോർ, അതിന്റെ മുന്നത്തെ അഖിലേനും ഇപ്പോഴത്തെ അഖിലേനും തമ്മിൽ നോക്കുമ്പോൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് വളരെ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്. ആ കാലത്ത് അതൊരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു. കുറെ കാലങ്ങളിൽ ഞാൻ പീരിയഡ്സ് ഞാനിങ്ങനെ കഴിക്കാതെ ഇരുന്നിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു നാട്ടിൽ വന്നതിന് ശേഷം, ഞാൻ കുറെ വർഷം വെസ്റ്റ് ഏഷ്യ ആസ് വി കോൾ ഇറ്റ്, അവിടെയാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ നാട്ടിൽ വന്നതിന് ശേഷമാണ് കുറെ ഇങ്ങനെ പീരിയഡ്സിൽ ഞാനിങ്ങനെ കഴിക്കാതിരിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഐ ടുക്ക് ദിസ് ഡിസിഷൻ ദാറ്റ് യു നോ ഐ റിയലി ഡോണ്ട് വാണ്ട് ടു ഹാവ് ദിസ് എന്നുള്ളത്. അപ്പം അന്നും ഇന്നുമായിട്ട് എനിക്ക് പേഴ്സണലി വളരെയധികം വ്യത്യാസം തോന്നിയിട്ടുണ്ട്. ദിസ് ഇസ് ലോങ് ബാക്ക് നൗ. അപ്പൊ എനിക്കത് കഴിച്ച കാലം ഓർമ്മയില്ല സത്യം പറഞ്ഞ. ഓക്കെ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ അല്ലെ വല്ല ഫംഗ്ഷൻസിന് പോകുമ്പോഴോ ഒക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവരിരുന്ന് ഒരേ ടേബിളിലിരുന്ന് കഴിക്കുന്ന കാണുമ്പോൾ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ആരെയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് സ്മെല്ല് വരുമ്പോ അങ്ങനെ ഒക്കെ വരുമ്പം ചില സമയത്തൊക്കെ ഇപ്പൊ നമ്മൾക്ക് അങ്ങനെ അതൊക്കെ ഓരോ സാഹചര്യം അനുസരിച്ചിട്ടും സ്ഥലം അനുസരിച്ചിട്ടും ഒക്കെയാണ്. പക്ഷെ അത് ഇപ്പം അത് ഓരോരുത്തരുടെ ചോയ്സസ് ആണല്ലോ. ഓക്കെ. നമ്മളിപ്പോൾ കുറേ ഇതിനൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ കുറച്ച് സീരിയസ് ആയിപ്പോയി. ഇനി നമുക്ക് കുറച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട്, ഇപ്പോൾ അഖില ശശിധരൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രിയ നായിക, ഈ അഖില ശശിധരന്റെ ഇപ്പോഴത്തെ ഒരു നോർമൽ ഡേ എങ്ങനെയാണ്? ആ ഒരു റുട്ടീൻ ഒന്ന് പറയാമോ? നോർമൽ റുട്ടീൻ ഡിപ്പെൻസ്. ഇപ്പം ഒരു പ്രോഗ്രാം ഉള്ള ദിവസമാണെങ്കിൽ വേറെ, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും യാത്ര ചെയ്യാനുണ്ടെങ്കിൽ അത് വേറെ. ഇപ്പം നോർമലി ഇപ്പം ഞാനിപ്പോ ഒരു ദിവസം വീട്ടിൽ ഇരിക്കുന്ന ഒരു ദിവസമാണ് എന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കുക. പിന്നെ അത് ഡിപ്പെൻസ്. യുനോ സംടൈംസ് ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ലേറ്റ് ആയിട്ടും ഇരിക്കാറുണ്ട്. ഇപ്പം എന്തെങ്കിലുമൊക്കെ വായിച്ചു പോയിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ച് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചില സമയത്ത് ലേറ്റ് ആയിട്ടും ഇരിക്കാറുണ്ട്. അപ്പൊ ദാറ്റ് വിൽ വേരി. അപ്പോൾ രാവിലെ എണീച്ച് യൂഷ്വലി എന്തെങ്കിലും നമ്മളുടെ സാധനാ പരിപാടികൾ ഉണ്ടെങ്കിൽ അത്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്,
പിന്നെ എന്താണ്, പിന്നെ എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം, എന്തെങ്കിലും അപ്കമിങ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ല. പിന്നെ പഠനത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതും ഇതൊക്കെ ഇങ്ങനെ കോഴ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, അപ്പം അങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ വൈകുന്നേരങ്ങളിൽ പിന്നെ ഭക്ഷണം ആ രീതിയിൽ പോവും. വൈകുന്നേരങ്ങളിൽ ഇപ്പൊ കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ കളരിയിൽ പോവും, അത് സ്ഥിരമായിട്ട് പോവും. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഡെയിലി ഒരു ആവറേജ് ഡേ ഇൻ മൈ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോഴും ഷോസും കാര്യങ്ങളും അതൊക്കെ സ്റ്റേജ് ഷോസ് ഒക്കെ കൂടുതലായിട്ട് ചെയ്യാറുണ്ട്, പക്ഷെ കേരളത്തിൽ കുറവാണ്. ബട്ട് ഐ ഇന്റൻഡ് ടു ഗെറ്റ് ആക്റ്റീവ് ഹിയർ. ഓക്കെ. കൂടുതലും പുറത്താണോ അതോ പുറത്ത്? അതെ, ആയിരുന്നു ഇതുവരെ. വിതിൻ ഇന്ത്യ. ഓ, ഓക്കെ. അപ്പം ഈ ഷോസും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോഴും പഴയ നേരത്തെ കൂടെ അഭിനയിച്ച ആൾക്കാരെയോ അല്ലെങ്കിൽ നമ്മുടെ ഫിലിം ഫീൽഡിലുള്ള ആർട്ടിസ്റ്റുകളെയോ അങ്ങനെയൊക്കെ കാണാറുണ്ടോ? ഇല്ല, കുറവാണ്, വളരെ കുറവാണ്. കാരണം കേരളത്തിൽ അത്ര ഇല്ലല്ലോ. കേരളത്തില് അങ്ങനെ അത്ര കാണാറുണ്ട്. ഇപ്പം ചിലരൊക്കെ ഞാൻ അങ്ങനെ ഇപ്പം യാദർശികമായിട്ട് ഇപ്പൊ ഓരോ ഇവന്റ്സിനൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ കാണാറുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ആയിട്ടും സ്റ്റിൽ കണക്ഷൻ ഉണ്ടോ? ആരെങ്കിലും ആയിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണോ ചോദിക്കുന്നത്? ഒരു വളരെ ഇതായിട്ടുള്ള ഡീപ് ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ഓൾ ദാറ്റ് നോട്ട് റിയലി. പക്ഷെ സംസാരിക്കാറുണ്ടോ? യാ, ദർ ആർ മെനി പീപ്പിൾ ഹൂം കാരണം ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് പീപ്പിൾ വിൽ ജസ്റ്റ് ഡ്രോപ്പ് ഇൻ എ മെസ്സേജ്. സോ വൺസ് ഇൻ എ ബ്ലൂ മൂൺ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ദാറ്റ് ഇസ് ദർ ആൻഡ് എവറിബഡി ഈസ് ജസ്റ്റ് എ ക്ലിക്ക് അവേ അല്ലേ. അമ്മയിലെ മെമ്പർ ഒന്നും അല്ല അഖില? ആണോ? അമ്മയുടെ മെമ്പർ അല്ല. അല്ല. ഓക്കെ. അപ്പൊ അങ്ങനത്തെ പ്രോഗ്രാം കാര്യങ്ങൾക്കൊന്നും അങ്ങനെ വരാറില്ല. ഓക്കെ. അപ്പോ അഖില നല്ലൊരു എന്താ പറയാ, എല്ലാ അർത്ഥത്തിലും വളരെയധികം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇനിയും അഖിലയ്ക്ക് ഈ പറയുന്ന മലയാള സിനിമ ഞങ്ങളെല്ലാവരും അഖിലേനെ ബിഗ് സ്ക്രീനിലൂടെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നല്ല പ്രൊജക്റ്റ് അഖില വിചാരിക്കുന്ന പോലെ, അഖിലയുടെ മനസ്സിന് ഇഷ്ടമാവുന്ന പോലെ തന്നെ നല്ല നല്ല പ്രൊജക്റ്റുകൾ അഖിലിനെ തേടി എത്തട്ടെ. ഞങ്ങൾക്ക് ബിഗ് സ്ക്രീനിലൂടെ അഖിലിനെ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ഒപ്പം അഖില വളരെ പാഷനറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന നമ്മൾ പറഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ അഖിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നും വിഷ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് നല്ല വേറൊരു പാട്ടും കൂടെ അഖിലയിൽ നിന്ന് നമുക്ക് കേൾക്കണ്ടേ? जो जीने का मजा यूं आने लगा, ये हवाओं में है क्या थोड़ा सा जो नशा यूं छाने लगा. पूछो ना पूछो मुझे क्या हुआ है तेरी राहों में आकर. पूछो ना पूछो मुझे क्या मिलेगा तेरी बाहों में आकर. ये इश्क हाय बैठे बिठाए जन्नत दिखाए. हाँ हो रामा, ये इश्क हाय बैठे बिठाए जन्नत दिखाए. हाँ तोड़ी मैंने सारे ही बंधन जमाने तेरे, तोड़ूंगी ना मैं वादा. आधा हिस्सा मेरी तो दिल की कहानी का तू पिया, मैं बाकी आधा. देखो ना देखो मुझे क्या हुआ है तेरी यादों में खोकर. पूछो ना पूछो मुझे क्या मिलेगा तेरी बातों में जीकर. ये इश्क हाय बैठे बिठाए जन्नत दिखाए. हाँ സൂപ്പർ, നന്നായി പാടി. നല്ല രസമുണ്ടായിരുന്നു അഖില, നല്ല രസമുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു ചോദ്യം എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച് ചോദിക്കാൻ പറ്റില്ല, അതും കൂടെ ഒന്ന് ചോദിക്കട്ടെ, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അഖില, വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അഖില വളരെ കൃഷ്ണഭക്തിയാണെന്നും കൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമയിൽ തന്നെ അഖിലിനെ കാണിക്കുമ്പോൾ തന്നെ കൃഷ്ണഭക്തിയായിട്ടാണ് കാണിക്കുന്നത്. റിയൽ ലൈഫിലും ശരിക്കും അഖില ഒരു കൃഷ്ണഭക്തിയാണോ? തീർച്ചയായിട്ടും ആണ്. അതെ. ഓക്കെ. ആ സിനിമയിലെ ആ ഒരു ഫസ്റ്റ് സീക്വൻസ് നമ്മൾ കാണുന്നത്, അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയൂ അഖില. അതെ, എനിക്ക് അന്ന് വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു അത്. കാരണം ഞാൻ ആദ്യമായിട്ട് വരുന്ന എന്റെ പാട്ട് ബിഗ് സ്ക്രീനില്, കാരണം കാര്യസ്ഥൻ ആദ്യത്തെ സിനിമയാണല്ലോ, അപ്പം അത് കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു സീനാണ് വരുന്നത് എന്നുള്ളത് അന്ന് എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കൃഷ്ണഭക്തി തന്നെയാണ്, വീട്ടിലും എല്ലാവരും കൃഷ്ണഭക്തന്മാരാണ്.
കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു എനിഗ്മയാണ് അല്ലെ, അതൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു അനുഭൂതിയാണ്. അപ്പം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു ഒരു ഭക്തന്മാർക്കേ ആ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. നമ്മൾ ഇങ്ങനെ കണ്ണടച്ച് ഇരിക്കുന്ന സമയത്ത് വരുന്ന ആ ഒരു രൂപം, അതിൽ നിന്ന് ഇങ്ങനെ ഒരു ആനന്ദാശ്രുവായിട്ട് നമ്മൾക്ക് ഒരു കണ്ണിൽ നിന്ന് വരുന്നത് ആ ഒരു എക്സ്പീരിയൻസിന്റെ ആ ഒരു എനിഗ്മ, കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു എനിഗ്മയുടെ എക്സ്പീരിയൻസ് ആണത് ശരിക്കും. അപ്പൊ ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൃഷ്ണ ഭക്തിയായിട്ട് എടുത്ത് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു ഗായികയും കൂടി ആയതുകൊണ്ട് നല്ലൊരു കീർത്തനം കൂടെ നമുക്ക് കേൾക്കാം. ഞാനൊരു സ്വാതി തിരുനാൾ കൃതി ഉണ്ട്, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കൃതിയാണ്. വൃന്ദാവന സാരംഗ രാഗത്തില്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷെ, ചിത്ര ചേച്ചി പാടിയിട്ടും ഒക്കെ തന്നെ എല്ലാവരും മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു കൃതിയാണ്. ചലിയേ കുഞ്ചനമോ ചലിയേ കുഞ്ചനമോ തും हम मिले श्याम हरे हरे चलिए कुंजन मो तुम हम मिले श्याम हरे हरे चलिए कुंजन मो देखो जमुना 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 देखो जमुना रे बहे सुंदर, देखो जमुना रे बहे सुंदर, अति निर्भरी प्रभो रे चलिए कुंजन मो तुम हम मिल श्याम हरे हरे चलिए कुंजन मो. Beautiful, beautiful. Thank you. Super. അപ്പോൾ താങ്ക് യു അഖില. Thank you. It was wonderful talking to you. Yes, same feeling. ഇത് എന്താ പറയാ, ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടി തന്നു, ഒരുപാട് നമ്മൾ സംസാരിച്ചു, അഖിലിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇനി കുറെ സ്റ്റേജ് ഷോസും ഇങ്ങനെ പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ബിസി ആയിട്ട് നടക്കുന്ന അഖില എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കോമൺ മാൻ്റെ ഇടയിലേക്ക് നല്ല നല്ല ക്യാരക്ടറൊക്കെ ആയിട്ട് വരാൻ പറ്റട്ടെ കേട്ടോ. തീർച്ചയായിട്ടും. So wishing all the best അഖില. Thank you so much. Okay, bye. Thank you.